സ്തോത്രം 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 സ്തോത്രം. കാൽവറി കൂടി ഞങ്ങളെ അത്യധികമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട വ്യാഴാഴ്ചയുടെ രാത്രിയുടെ യാമത്തിനായി സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു കർത്താവേ. സ്തോത്രം സ്തോത്രം. അങ്ങയുടെ തിരുസന്നിലേക്ക് ഞങ്ങൾ ഒരുമിച്ച് അടുത്തു വരിക കർത്താവേ. സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. സ്വർഗം അങ്ങയുടെ സിംഹാസനം, ഭൂമി അങ്ങയുടെ പാദപീഠമാകയാ. ഭൂമിയാകുന്ന പാദപീഠത്തിൽ ഇരുന്നു കൊണ്ട് അപ്പാ പിതാവേ എന്ന് വിളിച്ചുകൊണ്ട് അങ്ങയുടെ തിരുസന്നിലേക്ക് ഞങ്ങൾ അടുത്തു വരിക കർത്താവേ. ഞങ്ങൾ അങ്ങയോട് അടുത്ത് വരുമ്പോൾ അവിടുന്ന് ഞങ്ങളോട് അടുത്ത് വരുന്ന ദൈവമാകയാൽ സ്തോത്രം. ഇന്നത്തെ ഞങ്ങളുടെ മീറ്റിങ്ങിനെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവേ. ആദിയോടന്തം പരിശുദ്ധാത്മാവ് നിയന്ത്രിച്ചു കൊള്ളുമാറാകണമേ. ഞങ്ങളെ എല്ലാ അപ്പന്റെ പാദപീഠത്തിലേക്ക് താഴ്ത്തി ഏൽപ്പിക്കുക കർത്താവേ. ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ സകല കുറവുകൾ ഞങ്ങളുടെ വാക്കുകൊണ്ട്, നോട്ടം കൊണ്ട്, ചിന്ത കൊണ്ട്, പ്രവൃത്തി കൊണ്ട്, കൊടുക്കൽ വാങ്ങലൊക്കെ വന്നുപോയ, സംസാരത്തിൽ വന്നുപോയ സകല കുറവ് ക്ഷമിക്കണം. കുഞ്ഞാടിന്റെ രക്തം കൊണ്ട് ഞങ്ങളെ കഴുകി ശുദ്ധീകരിക്കണം. പ്രാഗൽഭ്യത്തോടെ ഞങ്ങൾ അങ്ങയുടെ പാദപീഠത്തിലേക്ക് അടുത്തു വരുവാൻ ഞങ്ങളെ സഹായിക്കണം. ഇത് രാത്രി കാലത്ത് ഞങ്ങളുടെ പാട്ടുകളെ, സങ്കീർത്തന പ്രബോധനം, ഭർത്താവ് ആരാധനകള്, അപ്പൊ വചന ശുശ്രൂഷ എല്ലാം ദൈവനാമത്തിന്റെ മഹത്വമാക്കി തീർക്കണം. കയറാൻ ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവരെല്ലാം കൂട്ടി വരുത്തണമേ. എല്ലാം അങ്ങയുടെ നാമം മഹത്വമായി തീരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ സമ്പൂർണമായി താഴ്ത്തി ഏൽപ്പിക്കുന്നു. അങ്ങയുടെ സാന്നിധ്യത്തിന്റെ മറവിൽ ഞങ്ങളെ ഇരുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം സ്തോത്രം സ്തോത്രം. സകലവും കർത്താവായ യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ. പാട്ട് പാടിക്കോ. മാറ്റലി ഞാൻ കേട്ടിടുന്നിതാ, മാറ്റലി ഞാൻ കേട്ടിടുന്നിതാ. ലോകമെങ്ങും പോകാൻ സാക്ഷികളായി തീര, കാലമെല്ലാം തീരാറായല്ലോ. ലോകമെങ്ങും പോകാൻ സാക്ഷികളായി തീര, കാലമെല്ലാം തീരാറായല്ലോ. വേഗനാം പോയില്ല, വേഗനാം പോയില്ല, കാലമെല്ലാം തീരാറായല്ലോ. വേഗനാം പോയില്ല, വേഗനാം പോയില്ല, കാലമെല്ലാം തീരാറായല്ലോ. ശത്രു നിന്റെ മുൻപിലുള്ളതാ, തെല്ലുമേ ഭയന്നിടേണ്ട നീ. ശത്രു നിന്റെ മുൻപിലുള്ളതാ, തെല്ലുമേ ഭയന്നിടേണ്ട നീ. ഏതുക സർവായുധം, കോട്ട കാത്തു കൊള്ളുക, ക്രിസ്തു തന്നെ സേനാനായകൻ. ഏതുക സർവായുധം, കോട്ട കാത്തു കൊള്ളുക, ക്രിസ്തു തന്നെ സേനാനായകൻ. വേഗനാം പോയിട, വേഗനാം പോയിട, കാലമെല്ലാം തീരാറായല്ലോ. വേഗനാം പോയിട, വേഗനാം പോയിട, കാലമെല്ലാം തീരാറായല്ലോ. ദേശത്തിന്റെ കാവൽ ചെയ്തിടോ, കാവൽക്കാര രാത്രിക്കെന്തായി. ദേശത്തിന്റെ കാവൽ ചെയ്തിടോ, കാവൽക്കാര രാത്രി എന്തായി. ദൂരെ നിന്നു കേൾക്കും നാദമെന്നോ കാതിൽ, കാവൽക്കാര രാത്രി എന്തായി. ദൂരെ നിന്നു കേൾക്കും നാദമെന്നോ കാതിൽ, കാവൽക്കാര രാത്രി എന്തായി. വേഗനാം പോയിടാം, വേഗനാം പോയിടാം, കാലമെല്ലാം തീരാറായല്ലോ. വേഗനാം പോയിടാം, വേഗനാം പോയിടാം, കാലമെല്ലാം തീരാറായല്ലോ. അന്നിടും പ്രഭാതം വന്നതിൽ, അന്ന് വന്നുദിക്കും സൂര്യനാ. പ്രഭാതം വന്നതിൽ, അന്ന് വന്നുദിക്കും സൂര്യനാ. അന്ന് വിശുദ്ധർ നിത്യതയിലെന്നും നിത്യകാലം വാഴും
അന്ന് തന്നെ ശുദ്ധർ നിത്യതയിലെന്നും നിത്യകാലം വാഴുന്നോതമോ വേഗനാം പോയിടാം വേഗനാം പോയിടാം കാലമെല്ലാം തീരാറാഴല്ലോ വേഗനാം പോയിടാം വേഗനാം പോയിടാം കാലമെല്ലാം തീരാറായല്ലോ കളത്തിൽ നിൽക്കും വീരരെ നല്ല യുദ്ധസേവ ചെയ്തിടാം പോർക്കളത്തിൽ നിൽക്കും വീരരെ നല്ല യുദ്ധസേവ ചെയ്തിടാം കാകളം മുഴക്കി കാലടികൾ വെച്ചു ശത്രുവെ തുരത്തി മുന്നേറാം കാകളം മുഴക്കി കാലടികൾ വെച്ചു ശത്രുവെ തുരത്തി മുന്നേറാം വേഗനാം പോയിടാം വേഗനാം പോയിടാം കാലമെല്ലാം തീരാറായല്ലോ വേഗനാം പോയിടാം വേഗനാം പോയിടാം കാലമെല്ലാം തീരാറായല്ലോ ദേശത്തിന്റെ കാവൽക്കാർ ദേശത്തിന്റെ കാവൽ ചെയ്തിടും കാവൽക്കാരാത്രി എന്തായി ദേശത്തിന്റെ കാവൽ ചെയ്തിടും കാവൽക്കാരാത്രി എന്തായി ദൂരെ നിന്നു കേൾക്കും നാദമൊന്നു കാതിൽ കാവൽക്കാരാത്രി എന്തായി ദൂരെ നിന്നു കേൾക്കും നാദമൊന്നു കാതിൽ കാവൽക്കാരാത്രി എന്തായി വേഗനാം പോയിടാം വേഗനാം പോയിടാം കാലമെല്ലാം തീരാറായല്ലോ വേഗനാം പോയിടാം വേഗനാം പോയിടാം കാലമെല്ലാം തീരാറായല്ലോ വീണ്ടെടുപ്പിൻ നാളടുത്തിടാ മാറ്റലി ഞാൻ കേട്ടിടുന്നിതാ ലോകമെങ്ങും പോകാൻ സാക്ഷികളായി തീരാ കാലമെല്ലാം തീരാറായല്ലോ ലോകമെങ്ങും പോകാൻ സാക്ഷികളായി തീരാ കാലമെല്ലാം തീരാറായല്ലോ ശ്വാസ ജീവിത പാടയിൽ ഞാൻ സിയോൻ നഗരിയിൽ പോകുന്നു ഞാൻ ശ്വാസ ജീവിത പാടയിൽ ഞാൻ സിയോൻ നഗരിയിൽ പോകുന്നു ഞാൻ വിശ്വാസനായകൻ യേശുവേ നോക്കി വിശ്രമദേശത്തു പോകുന്നു ഞാൻ വിശ്വാസനായകൻ യേശുവേ നോക്കി വിശ്രമദേശത്തു പോകുന്നു അലകൾ പാടിച്ചെന്നാം അല്ലേലൊരൽപ്പവുമില്ലെനിക്ക് അലകൾ പാടിച്ചെന്നാൽ അല്ലേലൊരൽപ്പവുമില്ലെനിക്ക് ആഴിയും മൂഴിയും നിർമ്മിച്ച നാട് അഭയമായ ആഴിയും മൂഴിയും നിർമ്മിച്ച നാട് അഭയമായ രീതിയിലുണ്ട് വിശ്വാസ ജീവിത പാടകിൽ ഞാൻ സിയോൻ നഗരിയിൽ പോകുന്നു ഞാൻ വിശ്വാസനായകൻ യേശുവേ നോക്കി വിശ്രമദേശത്തു പോകുന്നു ഞാൻ വിശ്വാസനായകൻ യേശുവേ നോക്കി വിശ്രമദേശത്തു പോകുന്നു ഞാൻ നാനാ പരീക്ഷകൾ നന്നായെനിക്കുന്നുണ്ടായിടും നാനാ പരീക്ഷകൾ നന്നായെനിക്കുന്നുണ്ടായിടും
നാഥനെ ഉള്ളത്തിൽ ധ്യാനിച്ചു ക്ഷീണം മാറുന്നു പോകുന്നു ഞാൻ. നാഥനെ ഉള്ളത്തിൽ ധ്യാനിച്ചു എന്റെ ക്ഷീണം മാറുന്നു പോകുന്നു ഞാൻ. വിശ്വാസ ജീവിത പടകിൽ ഞാൻ പോകുന്നു ഞാൻ. വിശ്വാസനായകനേശുവേനോ വിശ്രമദേശത്തു പോകുന്നു ഞാൻ. ശരണമായ കേച്ചുണ്ട് ശരണമായ കേച്ചുണ്ട് കരളലിഞ്ഞു എൻ കൈകൾ പിടി വരുതി നടത്തും അന്ത്യം വരെ. കരളലിഞ്ഞു എൻ കൈകൾ പിടി കരുതി നടത്തും അന്ത്യം വരെ. വിശ്വാസ ജീവിത പടകിൽ ഞാൻ സിയോൻ നഗരിയിൽ പോകുന്നു ഞാൻ. വിശ്വാസനായകനേശുവേനോ വിശ്രമദേശത്തു പോകുന്നു ഞാൻ. വെണ്ണീളെന്നിട്ട് ഞാൻ ചെന്നു ചേർന്നു കണ്ണീരൊക്കെയോ വന്നു തീരും. വെണ്ണീളെന്നിട്ട് ഞാൻ ചെന്നു ചേർന്നു കണ്ണീരൊക്കെയോ വന്നു തീരും. വെണ്ണിയാൽ തീരാത്തവൻ വർണ്ണിച്ചു പാദത്തിൽ വീണിടും ഞാൻ. എണ്ണിയാൽ തീരാത്തവൻ വർണ്ണിച്ചു പാദത്തിൽ നേടും ഞാൻ. വിശ്വാസ ജീവിത പടകിൽ ഞാൻ സിയോൻ നഗരിയിൽ പോകുന്നു ഞാൻ. വിശ്വാസനായകനേശുവേനോ വിശ്രമദേശത്തു പോകുന്നു ഞാൻ. വിശ്വാസനായകനേശുവേനോ വിശ്രമദേശത്തു പോകുന്നു ഞാൻ. ജീവിത പടകിൽ ഞാൻ സിയോൻ നഗരിയിൽ പോകുന്നു ഞാൻ. വിശ്വാസനായകനേശുവേനോ വിശ്രമദേശത്തു പോകുന്നു ഞാൻ. വിശ്വാസനായകനേശുവേനോ വിശ്രമദേശത്തു പോകുന്നു ഞാൻ. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഇത്രത്തോളം സമയം അനുഗ്രഹിക്കപ്പെട്ട പാട്ടുകൾ പാടുവാൻ പ്രിയ മാതാവിനെ ദൈവം സഹായിച്ചതിനായി ദൈവത്തിന് കോടാനുകോടി സ്തോത്രം ചെയ്യാം. സ്തോത്രം സ്തോത്രം സ്തോത്രം. വീണ്ടും നമുക്ക് സങ്കീർത്തന വായനയ്ക്കുള്ള സമയമാണ്. അതിനെ സ്നേഹത്തോടെ ആദരവോടെ ആര്യയെ ക്ഷണിച്ചുകൊള്ളുന്നു. എന്റെ ബലമായ യഹോവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. യഹോവ എന്റെ ശൈലവും എന്റെ കോട്ടയും എന്റെ രക്ഷകനും എന്റെ ദൈവവും, ഞാൻ ശരണമാക്കുന്ന എന്റെ പാറയും എന്റെ പരിചയും എന്റെ രക്ഷയായ കൊമ്പും എന്റെ ഗോപുരവുമാകുന്നു. സ്തുതനായ യഹോവയെ ഞാൻ വിളിച്ചപേക്ഷിക്കുകയും എന്റെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് രക്ഷ പ്രാപിക്കുകയും ചെയ്യും. മരണപാശങ്ങൾ എന്നെ ചുറ്റി, അഗാധ പ്രവാഹങ്ങൾ എന്നെ ഭ്രമിപ്പിച്ചു, പാതാള പാശങ്ങൾ എന്നെ വളഞ്ഞു, മരണത്തിന്റെ കെണികളും എന്നെ തുടർന്നു പിടിച്ചു. എന്റെ കഷ്ടതയിൽ ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിച്ചു, എന്റെ ദൈവത്തോട് ഞാൻ നിലവിളിച്ചു. അവൻ തന്റെ മന്ദിരത്തിൽ നിന്ന് എന്റെ അപേക്ഷ കേട്ടു. തിരുമുമ്പിൽ ഞാൻ കഴിച്ച പ്രാർത്ഥന അവന്റെ ചെവിയിലെത്തി. ഭൂമി ഞെട്ടിവിറച്ചു, മലകളുടെ അടിസ്ഥാനങ്ങൾ ഇളകി. അവൻ കോപിക്കിയാൽ അവ കുലുങ്ങിപ്പോയി. അവന്റെ മൂക്കിൽ നിന്ന് പുക പൊങ്ങി, അവന്റെ വായിൽ നിന്ന് തീ പുറപ്പെട്ട് ദഹിപ്പിച്ചു. തീക്കനൽ അവങ്കൽ നിന്ന് ജ്വലിച്ചു. അവൻ ആകാശം ചായ്ച്ചിറങ്ങി. കൂരിരുൾ അവന്റെ കാൽ കീഴിൽ ഉണ്ടായിരുന്നു.
അവൻ കേരൂബിനെ വാഹനമാക്കി പറന്നു. അവൻ കാറ്റിന്റെ ചിറകിന്മേലിരുന്നു പറപ്പിച്ചു. അവൻ അന്ധകാരത്തെ തന്റെ മറവും ജലതമസിനെയും ആകാശമേഘങ്ങളെയും തനിക്ക് ചുറ്റും കൂടാരവുമാക്കി. അവന്റെ മുമ്പിലുള്ള പ്രകാശത്താൽ ആലിപ്പഴവും തീക്കനലും അവന്റെ മേഘങ്ങളിൽ കൂടി പൊഴിഞ്ഞു. യഹോവ ആകാശത്തിൽ ഇടിമുഴക്കി. അത്യുന്നതൻ തന്റെ നാദം കേൾപ്പിച്ചു. ആലിപ്പഴവും തീക്കനലും പൊഴിഞ്ഞു. അവൻ അസ്ത്രമെയ്ത് അവരെ ചിതറിച്ചു. മിന്നൽ അയച്ചവരെ തോൽപ്പിച്ചു. യഹോവേ, നിന്റെ വത്സലനാലും നിന്റെ മൂക്കിലെ ശ്വാസത്തിന്റെ ഊത്തിനാലും നീർത്തോടുകൾ കാണായി വന്നു. ഭൂതലത്തിന്റെ അടിസ്ഥാനങ്ങൾ വെളിപ്പെട്ടു. ആമേൻ. ആമേൻ, ആമേൻ. സ്തോത്രം, സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട സങ്കീർത്തനം വായിപ്പാൻ പ്രിയ പൈതലിനെ ദൈവയിടയാക്കിയനായ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം. കൂടുതൽ കൂടുതൽ ദൈവത്തിന് വേണ്ടി ശക്തമായി പ്രയോജനപ്പെടുവാൻ ദൈവം നിന്റെ മകളെ ഇടയാക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഈ 18-ാം സങ്കീർത്തനം ദാവീദിന്റെ അവസാനത്തെ സങ്കീർത്തനമായിട്ടാണ് പറയും. ദാവീദ് 18-ാം സങ്കീർത്തനം എഴുതുന്നത് 2 ശമൂവേൽ 22-ാം അധ്യായം ഇതിന്റെ അത് കോപ്പി അടിച്ചതുപോലാണ് ഇപ്പുറത്ത് 18-ാം സങ്കീർത്തനം എഴുതിയിരിക്കുന്നത്. ദാവീദിന്റെ ജീവിതത്തിന്റെ മുഴുവൻ ദൈവം ചെയ്ത ഉപകാരങ്ങളും ദാവീദ് ദൈവത്തെ മുഴുവനുമായിട്ട് ദൈവത്തെ വിവരിക്കുന്നതാണ് ഈ സങ്കീർത്തന. ദൈവത്തെ ഏതെല്ലാം രീതിയിലും ഇതിനകത്ത് പറയുന്നുണ്ടെന്നറിയാവോ? അതിന്റെ ആദ്യം തന്നെ അതിന്റെ തലക്കെട്ട് പറയുന്നു, യഹോവയുടെ ദാസനായ ദാവീദിന്റെ ഒരു സങ്കീർത്തനം. യഹോവ അവനെ സകല ശത്രുക്കളുടെ കയ്യിൽ നിന്നും ശൗലിന്റെ കയ്യിൽ നിന്നും വിടുവിച്ച കാലത്ത് അവൻ ഈ സംഗീതവാക്യങ്ങളെ യഹോവയ്ക്ക് പാടി. ഇതൊരു സങ്കീർത്തനമാണെങ്കിൽ ഒരു ഗാനരൂപത്തിലാണ് ഇതിനകത്ത് പറയുന്നത്. അതിനകത്ത് ദാവീദ് 1-ാമത്തെ വാക്യം ഏറ്റവും പ്രസക്തമായ വാക്യമാണ്. 1ഉം 2ഉം വചനം. അതിനകത്ത് 1-ാമത്തെ വാക്യം തന്നെ പറയുന്നു, എന്റെ ബലമായ യഹോവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. എത്ര ശക്തിയായ ഒരു വാക്യമാണെന്നറിയാവോ? എന്റെ ബലമായ യഹോവേ. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നെഞ്ചത്ത് കരം വെച്ചിട്ട് പറയാൻ കഴിയുമോ? എന്റെ ബലമായ യഹോവേ, എന്റെ കർത്താവ് എന്റെ ബലമാണ്. ബലമായ കർത്താവിനെ ഞാൻ സ്നേഹിക്കുന്നു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. അപ്പൊ നമുക്കിപ്പോ ഒരു കാമുകൻ കാമുകിയോട് പറയുന്നത് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന്, അത് എത്രമാത്രം ഡീപ്പാണെന്നുള്ളത് നമ്മൾ ആലോചിക്കണം. അതുപോലെയാണ് ദാവീദും ദൈവവുമായിട്ടുള്ള ഒരു ബന്ധം. ദാവീദിന്റെ ജീവിതത്തിലെ തന്നെ ദാവീദിന്റെ ഹൃദയപ്രകാരമുള്ള ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനെന്നാണ് ദാവീദിനെ എല്ലായ്പ്പോഴും പറയുന്നത്. അപ്പൊ അത്രമാത്രം ഡീപ്പായിട്ടുള്ള ഒരു ബന്ധമാണ് ദാവീദും ദൈവവുമായിട്ട്. ഇന്ന് രാത്രി ദൈവത്തെ മക്കളെ നമ്മൾ കൂടിയിരിക്കുമ്പോൾ നമ്മൾ അവരവരെ തന്നെ ശോധന ചെയ്യണം. ദൈവവുമായിട്ട് നമ്മുടെ ബന്ധം എപ്രകാരമാണെന്ന്. എന്നിട്ട് പറയണം, എന്റെ ബലമായ യഹോവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. അപ്പൊ അതുപോലെ വചനത്തിൽ പറയുന്നുണ്ട്, യഹോവയെങ്കിലെ സന്തോഷം എന്റെ ബലമാകുന്നു. അപ്പം യഹോവയിൽ സന്തോഷിക്കുന്ന മനുഷ്യന് ഭയങ്കര ബലമാണ്. അതുകൊണ്ടാണ് ദാവീദിന്റെ ജീവിതത്തില് എന്തും വേണ്ട അനർത്ഥങ്ങളാ വന്നേക്കുന്നേ. മരണകരമായ ഒത്തിരി അനുഭവങ്ങൾ വന്നു. ഗോലിയാത്തിന്റെ മുൻപിൽ, അതുപോലെ തന്നെ കരടിയുടെ മുമ്പിൽ, സിംഹത്തിന്റെ മുൻപിലൊക്കെ സിംഹത്തെ ഒരു ആട്ടിൻകുട്ടിയെ പോലെ വലിച്ചു കയറുവാൻ ദൈവം അവനെ ബലം കൊടുത്തു. അതുപോലെ തന്നെ അബ്ശാലോമിന്റെ ചരിത്രം അറിയാൻ, ശൗല് കുന്തമൂരി കുത്താൻ പല പ്രാവശ്യം പിശാച് കയറുന്ന സമയങ്ങളിൽ ശൗല് കുന്തമൂരി ദാവീദിനെ കുത്താനൊക്കെ ശ്രമിക്കുമ്പോൾ ദൈവത്തിന്റെ ബലമായ ദാവീദിന്റെ ബലം ദൈവത്തിലായിരുന്നു. അതുപോലെ ദാവീദ് ദൈവത്തെ അത്രമാത്രം സ്നേഹിക്കുന്നുകൊണ്ടും ദൈവം ദാവീദിനെ അത്രമാത്രം സ്നേഹിക്കുന്നുകൊണ്ടും ദാവീദിനെ അതിൽ നിന്നൊക്കെയും വിടിയിപ്പാൻ ദൈവം ഇടയാക്കി. അതുകൊണ്ട് പറയാണ്, ഇന്ന് രാത്രി നമുക്കും പറയാം, എന്റെ ഇതിനകത്ത് തന്നെ 1ഉം 2ഉം വാക്യത്തിലാണെങ്കിൽ 7 തവണ തന്നെ പറയുന്നുണ്ട്, എന്റെ ബലമായ യഹോവേ, യഹോവ എന്റെ ശൈലം, എന്റെ കോട്ട, എന്റെ രക്ഷകൻ, എന്റെ ദൈവം, ഞാൻ ശരണമാക്കുന്നു, എന്റെ പാറ, എന്റെ പരിച, എന്റെ രക്ഷയായ കൊമ്പ്, എന്റെ ഗോപുരവുമാകുന്നു. അപ്പം ദാവീദിന്റെ ജീവിതത്തില് ദാവീദ് ഈ 8 കൂട്ടം കാര്യത്തില് 7 പ്രാവശ്യം പറയുന്ന എന്റെ. അപ്പൊ ഇന്ന് രാത്രി നമ്മുടെ ജീവിതത്തിൽ നമ്മളും പറയാം, എന്റെ കർത്താവ്, എന്ത് കാര്യമാണേലും എന്റെ കർത്താവ് എന്റെ പാറയാണ്, എന്റെ വീണ്ടെടുപ്പുകാരനാണ്, അവൻ എന്റെ സഹായകനാണ്, എന്റെ ആശ്വാസമാണ്, എന്റെ കരുതലാണ്, കാവലാണ്, സംരക്ഷണമാണ്. എന്ത് വേണമെങ്കിലും നമുക്ക് നമ്മുടെ ദൈവത്തോട് പറയാം. നമ്മുടെ കർത്താവ് ഒരു സ്നേഹിതനെ പോലെ, ഒരു പിതാവിനെ പോലെ, ഒരു മാതാവിനെ പോലെ കരുതലുള്ള ദൈവമാ, കാവലുള്ള ദൈവമാ. അവൻ
അവൻ നമ്മെ സമാധാനം നൽകി ആശ്വസിപ്പിക്കുന്ന ദൈവമാ. അപ്പം അത് ഓരോരുത്തരുടെയും വ്യക്തിപരമായ ജീവിതത്തിലാണ് ഈ കർത്താവിനെ എങ്ങനെ നമുക്ക് സ്നേഹിക്കാൻ പറ്റും, കർത്താവ് നമ്മളെ എങ്ങനെയാണ് പരിപാലിക്കുന്നതെന്ന് അവരോരെ തന്നെ ഇന്ന് രാത്രി ശോധന ചെയ്യണമെന്ന് പറയാണ്. എന്നിട്ട് 3-ാം വാക്യം പറയുന്ന സുത്യമായ യഹോവയെ ഞാൻ വിളിച്ചപേക്ഷിക്കുക, എൻ്റെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് രക്ഷ പ്രാപിക്കുകയും ചെയ്യും. അതെത്ര ഉറപ്പാണ് പറയുന്നത്. സ്തുത്യനായ ദൈവം, സ്തുതിക്ക് യോഗ്യനായ കർത്താവിനെ ഞാൻ വിളിച്ചപേക്ഷിക്കും, അല്ലാതെ വേറെ ആരുമല്ല വിളിച്ചപേക്ഷിക്കും. നമ്മൾ ഓരോരുത്തരും ദൈവസന്നിധി ഇരിക്കുമ്പോൾ ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ എൻ്റെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് എന്നെ വിടുവിക്കുന്ന ദൈവമാണ് കർത്താവിനെ. നമുക്കറിയാം, സ്വന്തം പുത്രനെ ആദരിക്കാതെ ദൈവം നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നതാ, നമ്മെ ഓരോരുത്തരെയും വീണ്ടെടുക്കേണ്ടതിന് വേണ്ടി. അതുപോലെ 1 യോഹന്നാന്റെ ലേഖനത്തിൽ പറയുന്നുണ്ട്, 5-ാം അധ്യായം 9-ഉം 10-ഉം വാക്യം പറഞ്ഞു, ദൈവം തന്റെ ഏകജാതനായ പുത്രനെ നാം അവനാൽ ജീവിക്കേണ്ടതിന് ലോകത്തിലേക്ക് അയച്ചു എന്നുള്ളതിനാൽ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം പ്രത്യക്ഷമായി. നാം ദൈവത്തെ സ്നേഹിച്ചല്ല, അവൻ നമ്മെ സ്നേഹിച്ചു, തൻ്റെ പുത്രനെ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുവാൻ അയച്ച് തന്നെ സാക്ഷാൽ സ്നേഹമാവുന്നു. അപ്പം നമ്മുടെ കർത്താവിന്റെ സ്നേഹം എന്തുവാ? സ്വന്തം പുത്രനെ നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നു. അതാണ് ആ കാൽവറി ക്രൂശിൽ ചൊരിഞ്ഞ സ്നേഹം. നമ്മുടെയൊക്കെ പാപങ്ങളുടെ മോചനത്തിന് വേണ്ടി, നമ്മുടെ വീണ്ടെടുപ്പിന് വേണ്ടി, നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി സ്വന്തം പുത്രനെ നമുക്ക് വേണ്ടി കാൽവറി യാഗമായി തീർന്നു. അത് നമ്മോടുള്ള സ്നേഹമാണ്. അപ്പം നമ്മൾ എപ്രകാരം ദൈവത്തെ സ്നേഹിക്കണം. തൻ്റെ ഏകജാതനായ പുത്രനെ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിപ്പാൻ തക്കവണ്ണം കർത്താവ് നമ്മെ ഏൽപ്പിച്ചു തന്ന ആ ദൈവത്തിന്റെ സ്നേഹം എത്ര വിലയേറിയതാണെന്ന് ഇന്ന് രാത്രി നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം. ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ കർത്താവിന്റെ ആ സ്നേഹത്തെ ഓർത്ത്, എൻ്റെ ബലമായ യഹോവേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, എൻ്റെ സകല ശത്രുക്കളിൽ നിന്ന് എന്നെ വിടുവിക്കുന്ന കർത്താവിനെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു എന്ന് ആലോചിച്ച് നോക്കിയേ. അവിടുന്ന് പറയാണ്, മരണപാശങ്ങൾ എന്നെ ചുറ്റി. ദാവീദിന്റെ ജീവിതത്തിന്റെ ഒത്തിരി മരണകരമായ അനുഭവങ്ങളിൽ കൂടെ കടന്നുപോയ ദാവീദിനെയൊക്കെയും ദൈവം ഒരു പാറയായി നിന്ന്, അഭയമായി നിന്ന്, ഒരു പരിചയമായി നിന്ന് ദൈവം വിടുവിച്ചതാണ് നമുക്കറിയാം. അതുപോലെ പാതാള പാശങ്ങൾ എന്നെ വളഞ്ഞു, മരണത്തിന്റെ കെണികളും എന്നെ പിടിവിച്ചു. അപ്പൊ ജീവിതയാത്രയിൽ ഒത്തിരി കഷ്ടതയുടെ തീച്ചൂളയിൽ കൂടെ ഒക്കെ കടന്നു പോയപ്പോഴും ദാവീദ് പറയാ, നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന്റെ നേരെ പാഞ്ഞു ചെല്ലും. എൻ്റെ ദൈവത്താൽ സകല പ്രതികൂലമാകുന്ന മതിലുകളും ചാടിക്കിടക്കുന്ന ഒരു അഭിഷേകം ദാവീദിന്റെ മേലുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് ദാവീദിന്റെ മേൽ ഈ അഭിഷേകം ദൈവം കൊടുത്തത്? കാരണം ദാവീദ് അത്രമാത്രം ബലമായ ദൈവത്തെ സ്നേഹിക്കുന്നത് കൊണ്ടാ. അപ്പൊ ഉള്ളിന്റെ ഉള്ളിൽ നമ്മളും എപ്രകാരം ദൈവത്തെ സ്നേഹിക്കുന്നു, ദൈവത്തെ എപ്രകാരം വിളിച്ചപേക്ഷിക്കുന്നു. അപ്പൊ ഈ 4-ാം സങ്കീർത്തനത്തിലും എങ്ങനെയാ പറയുന്നത്, ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ നീ എനിക്ക് ഉത്തരമല്ലേ, എൻ്റെ ഉള്ളിൽ സമാധാനം നൽകിയെന്ന്. അപ്പൊ നമ്മൾ വിളിച്ചപേക്ഷിക്കുന്ന നാളില് വിളിച്ചപേക്ഷിച്ചെങ്കിൽ മാത്രമേ നമുക്ക് സമാധാനത്തെ നൽകത്തുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ ബലമായ കർത്താവിനെ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് നമ്മൾ ദൈവത്തെ സ്നേഹിക്കും. ഈ ലോകത്തിലെ സകലതും ചപ്പും ചവറുവെന്ന് എണ്ണിക്കൊണ്ട് നമുക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ യാഗമായി തീർന്നു. ഓരോ തുള്ളി രക്തവും, അവസാന തുള്ളി രക്തം വരെ നമുക്ക് വേണ്ടി ഊറ്റിത്തന്ന ആ ദൈവത്തെ നമ്മൾ മുഴുവലത്തോടെ സ്നേഹിക്കുമ്പോൾ നമ്മുടെ ജീവിതമാകുന്ന പടകിൽ ഏതെല്ലാം പ്രതിസന്ധികള്, പ്രയാസങ്ങള്, കഷ്ടങ്ങള്, വേദനകളൊക്കെ വന്നാലും അതിൽ നിന്നെല്ലാം വിടിപ്പാൻ നമ്മെ കൈ പിടിച്ച് നടത്തി ഒരമ്മയെ ആശ്വസിപ്പിക്കുമ്പോൾ ആശ്വസിപ്പിക്കുന്ന ദൈവം. ആ ദൈവത്തിന്റെ കരുതൽ ഓർക്കുമ്പോൾ, ദൈവത്തിന്റെ വിടുതൽ ഓർക്കുമ്പോൾ ഇന്ന് രാത്രികാലം നമുക്ക് എത്ര നന്ദി പറയണം. ഇതിന്റെ 1-ഉം 2-ഉം വാക്യം കഴിഞ്ഞ ബാക്കി മൊത്തം ഒരു 19 വരെയും ദൈവത്തിന്റെ കരുതലും വിടുതലും ആണ് വിവരിക്കുന്നത്. മരണപാശങ്ങൾ ചുറ്റി കഷ്ടതയിൽ വന്നു, അതുപോലെ പറയാ, കഷ്ടതയിൽ ദൈവത്തെ വിളിച്ചപേക്ഷിച്ചു, അവന് എൻ്റെ തന്തിരത്തിൽ നിന്ന് എൻ്റെ അപേക്ഷ കേട്ടു. പിന്നിങ്ങോട്ടെല്ലാം ദൈവത്തിന്റെ അത്ഭുതപരമായ കരുതലും കാവലും ഒക്കെ. ഇന്ന് രാത്രി ദൈവസന്നിധി നമ്മൾ ഇരിക്കുമ്പോൾ നമ്മൾ ദൈവത്തോട് നമുക്ക് ഏതാണ് നീ വേണ്ടതെന്ന് നമ്മളെ തന്നെ ഇന്ന് രാത്രി ശോധന ചെയ്തിട്ട് നമ്മൾ പറഞ്ഞു, എൻ്റെ ബലമായ കർത്താവേ ഞാൻ നിന്നെ സ്നേഹിക്കും,
പ്രാർത്ഥിക്കുക, എനിക്ക് എൻ്റെ ഈ പ്രതിസന്ധിയിൽ അല്ലെങ്കിൽ ഈ കഷ്ടതയിൽ അല്ലെങ്കിൽ മറ്റെന്ത് കാര്യമാണെങ്കിലും ദൈവത്തെ സ്നേഹിക്കുന്ന ഭക്തന്റെ ജീവിതത്തിൽ ദൈവം ഒരു അഭയമായി, പാറയായി, കോട്ടയായി, ശൈലമായി, അതുപോലെ പരിചയായി, കൊമ്പായി, ഗോപുരമായിട്ട്, രക്ഷയായി ഒക്കെ നിൽക്കും. ഇന്ന് രാത്രികാലം നമ്മൾ ആ ദൈവത്തിന്റെ കരങ്ങളിൽ ചേർന്നിരുന്നു കൊണ്ട് സുത്യനായ യഹോവയെ നമുക്ക് വിളിച്ചപേക്ഷിക്കാം. നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങളുമായി നമുക്ക് കർത്താവിന്റെ പാദപീഠത്തിൽ ചെയ്യാം. എൻ്റെ ബലമായ യഹോവയെ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഈ ലോകത്തിൽ എന്തിനേക്കാളും നമുക്ക് നമ്മുടെ കർത്താവിനെ സ്നേഹിക്കാം. ആ കരങ്ങളിൽ നമുക്ക് ആശ്വാസം പ്രാപിക്കാം. രാത്രി ഈ വചനങ്ങളാൽ ദൈവം എല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കട്ടെ. ആമേൻ. സ്തോത്രം. നമുക്ക് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കുള്ള സമയമാണ് ഈ നിമിഷം. നമുക്ക് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് നമ്മുടെ തലകളെ വണക്കാം. നമ്മുടെ മുൻപിൽ അനവധിയായ പ്രാർത്ഥനാ വിഷയങ്ങളുണ്ട്. നമ്മൾ 2 or 3 പേർ അങ്ങയുടെ നാമത്തിൽ എവിടെ കൂടിയാലും അവിടെ മധ്യത്തിൽ ഞാനുണ്ട് എന്ന് അരുളിച്ചെയ്ത കർത്താവിന്റെ പാദപീഠത്തിൽ നമ്മളായിരിക്കുമ്പോഴും നമ്മുടെ പ്രെയർ ഗ്രൂപ്പിനെ ഏൽപ്പിച്ച പ്രാർത്ഥിക്കാം. പ്രെയർ ഗ്രൂപ്പിലുള്ള സകല കുടുംബങ്ങളെയും അവരുടെ തലമുറകളെ ഓർത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ നമ്മുടെ തലമുറകളിൽ തന്നെ പലരും രോഗികളായി ഭാരപ്പെടുന്നുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ ജോയൽ ബ്രദർ മോന് വേണ്ടി പ്രാർത്ഥിച്ചു. കർത്താവ് ആ നിമിഷം തന്നെ അത്ഭുതകരമായ വിടുതൽ പൈതലിന് കൊടുത്തു. ഇപ്പോഴും പൈതൽ വെന്റിലേറ്ററിൽ തന്നെ ആണെങ്കിൽ പോലും ഓപ്പറേഷനൊക്കെ മാറ്റിപ്പോയി. അവൻ്റെ CT സ്കാൻ ചെയ്തപ്പോൾ അവൻ്റെ തലച്ചോറിൽ ബ്ലഡ് ക്ലോട്ടിങ് ഇല്ല, ബ്ലീഡിങ് ഇല്ല. അപ്പൊ അത്രമാത്രം ദൈവം അവനെ കരുതി. അനേക അഭിഷക്തന്മാര് മുട്ടുമടക്കി ദൈവസന്നിധി കഴിഞ്ഞ രാത്രി നിലവിളിച്ച നിലവിളിയുടെ മറുപടി ഇന്ന് പകൽക്കാലം കേൾക്കുവാനിടയായി. കർത്താവിന് കോടാനുകോടി സ്തോത്രം ചെയ്യുക. അതുപോലെ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എയ്താനെ ഓർത്ത് പ്രാർത്ഥിക്കുക. അവന് സർജറി പറഞ്ഞിട്ടുണ്ടെങ്കിലും കർത്താവ് ഒരു വാക്ക് കൽപ്പിച്ചാൽ അല്ലെങ്കിൽ ഒന്ന് തൊട്ടാൽ വിടുതല. അതുപോലെ നമ്മുടെ രോഗികളായി ഇപ്പം നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ പനിയുടെ അസ്വസ്ഥതയാലും ചുമയുടെ അസ്വസ്ഥത നമ്മുടെ ഷെയർലി ഭാരപ്പെടുന്നുണ്ട്. അങ്ങനെ എല്ലാ പ്രിയപ്പെട്ടവരെയും വഹിച്ചുകൊണ്ട് ആരെങ്കിലും ഒരാൾ പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. നല്ലവനും വിശ്വസ്തനും വാക്കുമാറാത്തവനുമായി ഞങ്ങളെ സ്വർഗീയ നല്ല പിതാവേ, രാത്രിയുടെ യാമത്തിൽ കർത്താവെ ഒരു പ്രാവശ്യം കൂടി എൻ്റെ അപ്പായുടെ നാമത്തെ ഒന്ന് ഉയർത്തുവാൻ തക്കവണ്ണം ദൈവമേ അവിടുന്ന് തന്ന ഭാഗ്യ നിമിഷത്തിനായി അപ്പായെ അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. കർത്താവേ യേശുവേ നന്ദി പിതാവേ. ഹല്ലേലൂയ ഹാലലുയ ഹാലലുയ ഹാലലുയ. ദൈവമേ, കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ ആർപ്പോടെ കൊയ്യുമെന്ന് തിരുവചനം പറയുന്നത് പോലെ കർത്താവെ, കണ്ണുനീരോടെ അപ്പയുടെ പാദപീഠത്തിൽ അഭയാചന കഴിക്കുമ്പോൾ കർത്താവെ അവിടുന്ന് മറുപടി കൊടുത്ത് സഹായിച്ച് നല്ല സാക്ഷ്യങ്ങളെ കേൾക്കുന്നതിനായി അപ്പായെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു രാജാവേ പിതാവേ. സ്തോത്രം ധന്യവാദം. താങ്ക് യു ജീസസ്. പ്രൈസ് ദി ലോർഡ്. ഗ്ലോറി ടു ഗോഡ്. യേശുവേ നന്ദി അപ്പാ, നന്ദി പിതാവേ. ഹാലലുയ ഹാലലുയ ഹാലലുയ. വീണ്ടും ഞങ്ങൾ രോഗികളായി ഭാരപ്പെടുന്ന മക്കൾക്ക് വേണ്ടി കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പിതാവെ, 1-2 പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും ഞാൻ നിങ്ങളുടെ മധ്യത്തിലുണ്ടെന്ന് വാഗ്ദത്തം ചെയ്ത കർത്താവേ യേശുവേ, ഞങ്ങൾ ഈ കർമ്മേൽ ഗ്രൂപ്പിൽ ഒരുമനപ്പെട്ട ഐക്യമത്യത്തോടെ എൻ്റെ അപ്പായുടെ സന്നിധിയിൽ കഴിക്കുന്ന ഓരോ അഭയയാചനകളും കർത്താവെ മറുപടി കണ്ട് സന്തോഷിക്കുവാൻ, അത്ഭുത സാക്ഷ്യങ്ങളെ എഴുന്നേൽപ്പിക്കുവാൻ എൻ്റെ സ്വർഗം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ യേശുവേ നന്ദി അപ്പ, നന്ദി രാജാവേ, നന്ദി പിതാവേ. ഹാലലുയ ഹാലലുയ ഹാലലുയ. ദൈവമേ, പ്രപഞ്ചത്തിന്റെ സൃഷ്ടികർത്താവ് ദൈവമേ, അങ്ങ് മാത്രമാണ് ആശ്രയം. അങ്ങയിലാണ് നിങ്ങളുടെ മക്കളുടെ ആശ്രയം. കർത്താവെ, ഒരു നാളും കൈവിടപ്പെട്ടു പോകല്ലേ കർത്താവെ. തകർന്നു പോകല്ലേ, തകർന്നു പോകല്ലേ, കാൽ വഴുതുവാൻ ഇടയാക്കല്ലേ കർത്താവെ. അവങ്കലേക്ക് നോക്കിയവർ മുഖം പ്രകാശിതരായി, അവരുടെ മുഖമോ ലജ്ജിച്ചു പോയതുമില്ല എന്ന് തിരുവചനത്തിൽ പറയുന്നത് പോലെ എൻ്റെ ദൈവമേ, നിന്റെ മുഖത്തേക്ക് നോക്കുന്ന ഒരു മക്കളും ലജ്ജിച്ചു പോകുവാൻ ഇടയാക്കല്ലേ അപ്പാ. ഹോസ്പിറ്റലുകളിൽ അഭയം പ്രാപിച്ചിരിക്കുന്ന രോഗികൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വെന്റിലേറ്ററിലും ICUയിലും പലവിധ രോഗത്താൽ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി ഞങ്ങൾ അഭയിക്കുന്ന കർത്താവേ, വലിയവനായ ദൈവത്തിൻ്റെ കരം കർത്താവേ, അവിടുന്ന് സൗഖ്യം കൊടുക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന അപ്പാ. നിന്റെ കരങ്ങളാൽ സൃഷ്ടിക്കപ്പെട്ട ഓരോ മൺകൂടാരങ്ങളും കർത്താവേ, ഈ ലോകത്തിലുള്ള ഏതൊരു വൈദ്യനേക്കാളും ഉപരി കർത്താവേ, അവിടുത്തെ കരം കൊണ്ട് അതിൻ്റെ കേടുപാടുകൾ പോക്കാൻ മറ്റൊരു വൈദ്യനും കഴിയില്ലെങ്കിലും കർത്താവേ
കർത്താവെ. സൃഷ്ടിച്ച ദൈവമേ, എൻ്റെ അപ്പായുടെ കരങ്ങൾക്ക് കഴിയും കർത്താവേ. യേശുവേ, ഞങ്ങളുടെ അകൃത്യങ്ങളെ ഓർക്കാതെ, ഞങ്ങളുടെ ബാല്യത്തിലെ പാവങ്ങളെ ഓർക്കാതെ കർത്താവേ, ഞങ്ങൾ ആരും പൂർണ്ണരല്ല കർത്താവേ. ഞങ്ങളിൽ കുറവശങ്ങളൊക്കെ ഉണ്ട്, ധാരാളം സമ്മതിക്കുന്ന കർത്താവേ. ഞങ്ങളുടെ വാക്കിലോ നോക്കിലോ പോക്കിലോ വരവിലോ ചിന്തയിലോ പ്രവൃത്തിയിലോ പരിശുദ്ധാത്മാവേ, അങ്ങേക്ക് ഞങ്ങളിൽ വ്യസനത്തിൻ്റെ മാർഗങ്ങളുണ്ടോ എന്ന് നോക്കി പിതാവേ, അവിടുന്ന് ഞങ്ങളെ ശാശ്വത മാർഗത്തിൽ നടത്തുമാർക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന അപ്പാ. യേശുവേ, നന്ദി നന്ദി പിതാവേ. ഹാലലുയ 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 ഹാലലുയ. ദൈവമേ, എല്ലാ മക്കൾക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ. കർമ്മൽ ഗ്രൂപ്പിൽ ആരെങ്കിലും രോഗികളായി ഭാരപ്പെടുന്നുണ്ടെങ്കിൽ സർവേശ്വരൻ്റെ പാദപീഠത്തിലേക്ക് ഞങ്ങൾ മുറ്റുമായി സമർപ്പിക്കുന്നപ്പാ. ഞങ്ങൾ അറിയുന്നതിനേക്കാൾ ഉയരത്തിൽ എൻ്റെ അപ്പ എല്ലാം അറിയുന്നുണ്ട്. എൻ്റെ അപ്പായുടെ മുന്നിൽ ഒന്നും മറവായി കിടക്കുന്നില്ല, എല്ലാം നഗ്നവും മലർന്നതുമായി കിടക്കുന്ന കർത്താവേ. യേശുവേ, മനുഷ്യർ പുറമേ ഉള്ളത് കാണുമ്പോൾ ഓരോ മനുഷ്യരുടെയും ഉള്ളങ്ങളെ അറിയുന്നവൻ അങ്ങ് മാത്രമാണ് കർത്താവേ. ഞങ്ങളുടെ ഹൃദയങ്ങളെ ശോധന ചെയ്ത് കർത്താവേ, ഞങ്ങളുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് കർത്താവേ, അവിടുന്ന് പ്രവർത്തിക്കാൻ ശക്തനായവനിൽ ഞങ്ങൾ ഫരമേൽപ്പിക്കുന്ന കർത്താവേ. ഞങ്ങൾ ആശിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ശക്തനായവനിൽ ഞങ്ങൾ ഫരമേൽപ്പിക്കുന്ന കർത്താവേ. കണ്ണുണ്ടായിട്ട് കാണാതെയും ചെവിയുണ്ട് കേൾക്കാതെയും ഇരിക്കുന്ന ഊമ വിഗ്രഹങ്ങളോടല്ലപ്പാ ഞങ്ങൾക്ക് വേണ്ടി കാൽവരിയിൽ യാഗമായി ചങ്കിൽ അവസാനത്തുള്ളി രക്തം വരെയും ഞങ്ങൾക്ക് വേണ്ടി ഊറ്റിത്തന്ന് കർത്താവേ. മാനവരാശിയെ പാവക്കുഴിയിൽ നിന്ന് വീണ്ടെടുക്കുവാൻ വേണ്ടി കർത്താവേ, ആ കാൽവരിയിൽ അങ്ങ് അനുഭവിച്ച പീഡകൾ ഓർത്താൽ ദൈവമേ, ഞങ്ങൾക്ക് തുല്യം നൽകാൻ ഒന്നുമില്ലപ്പാ. അതിന് മറുവിലയായി തരുവാൻ ഞങ്ങൾക്കൊന്നുമില്ല. ഞങ്ങളെ യാഗമായി സമർപ്പിക്കുന്ന കർത്താവേ, ഈ രാത്രികാലം ഞങ്ങളുടെ ഓരോരുത്തരുടെയും യാഗങ്ങൾ എൻ്റെ അപ്പായ്ക്ക് പ്രസാദമായി തീരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വലിയവനായ ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി കണ്ട് സന്തോഷിക്കുവാൻ ദൈവമേ, കർമ്മൽ ഗ്രൂപ്പ് ദൈവമേ 30, 60, 100 മേനിയായി വർദ്ധിച്ചു വരുവാൻ തക്കവണ്ണം സ്വർഗം അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന വൻ കൃപകൾക്കായി സ്തോത്രം 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 കർത്താവേ. ഞങ്ങളുടെ പ്രാർത്ഥനയും യാചനയും കേട്ടിരിക്കാൻ സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആമേൻ. ആമേൻ ആമേൻ ആമേൻ. ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ടതിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. സ്തോത്രം സ്തോത്രം സ്തോത്രം. പ്രാർത്ഥിച്ച സുശീലസ്ത്ര ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. വീണ്ടും നമുക്ക് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തെ ഓർത്ത് പ്രാർത്ഥിക്കാം. ലോകരാജ്യങ്ങളെ എല്ലാം ഓർക്കാം. ലോകരാജ്യങ്ങളുടെ എല്ലാ സമാധാനത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ പ്രത്യേകിച്ച് ഇന്ത്യ, ജമ്മു കാശ്മീർ മുതൽ കന്യാകുമാരി വരെയുള്ള സുവിശേഷ പ്രവർത്തനങ്ങളെ, അവിടെയുള്ള എല്ലാ ക്രൈസ്തവ സമൂഹങ്ങളെ നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. അതുപോലെ ഈ നാളുകളിൽ ഒരുപാട് ഉപവാസ പ്രാർത്ഥനകളെ, കൺവെൻഷനുകളൊക്കെ നടക്കുന്നു, ഉണർവ് യോഗങ്ങളെല്ലാം. ഒരു പാപി മാനസാന്തരപ്പെട്ട സ്വർഗം സന്തോഷിക്കുമല്ലോ. അനേക പ്രിയപ്പെട്ടവരുടെ ഉണർവിന് കാരണമായി തീരുവാൻ, പാപികൾ മാനസാന്തരപ്പെടുവാൻ, പിന്മാറ്റക്കാർ മടങ്ങി വരുവാൻ, വിശ്വാസികൾ വിശ്വാസത്തിൽ നിലനിൽക്കുവാനൊക്കെയും ഈ നാളുകളിലെ പ്രാർത്ഥനകളൊക്കെ കാരണമായി തീരുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ലോകമെമ്പാടും സുവിശേഷ വേലയിൽ നിൽക്കുന്ന നമ്മുടെ ദേവദാസന്മാരെ, ദേവദാസിമാരെ, സഹോദരങ്ങളെ എല്ലാം നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. മുസ്ലിം രാജ്യങ്ങളിലൊക്കെ ഈ നാളുകളിൽ ഉപവാസ പ്രാർത്ഥനകളൊക്കെ നടക്കുന്നുണ്ട്. ആ രാജ്യങ്ങളെല്ലാം ഓർക്കുക. ആ രാജ്യങ്ങളിലൊക്കെ വരുന്ന ആളുകളിൽ ക്രൈസ്തവ മതങ്ങളായി തീരുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ നമ്മുടെ തലമുറകളെ എല്ലാം വഹിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് രാത്രി നമ്മുടെ ഗ്രൂപ്പിലുള്ള സിജോയുടെ സഹോദരൻ സജോ, റിറ്റിയുടെ ഹസ്ബൻഡ്, ഇന്ന് 1 വയസ്സൂടെ ദൈവാരോഗ്യവും കൊടുത്തു. പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുന്ന പൈതലിനെ ഓർത്ത് പ്രാർത്ഥിക്കാം. പുതുവർഷം ഏറ്റവും അനുഗ്രഹപ്രദമായി തീരുവാൻ വേണ്ടിയിട്ട് ജെഫിൻ ബ്രദറെ പ്രാർത്ഥിച്ചു. പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്നേഹവാൻ പരിശുദ്ധമായ ദൈവമേ, സ്വർഗ്ഗപിതാവേ, അനുഗ്രഹമായ ഈ ദിവസത്തിനായി സ്തോത്രം കർത്താവേ. മക്കളായി ഞങ്ങൾ ഒരുമിച്ച് കർത്താവേ സൂമ്പളാറ്റും കർത്താവെ കടന്നു വന്നു പാടുവാനും പ്രാർത്ഥിപ്പാനും ദൈവസ്ഥാനിലായിരിക്കാനും വചന സംഘത്തിന് ധ്യാനിപ്പാനും ഒക്കെ കർത്താവിടെയാക്കിയ കൃപയ്ക്കായി സ്തോത്രം കർത്താവേ. പ്രതിയാളിന്റെ ദൈവാസി പറഞ്ഞ സകല വിഷയത്തിന് ഇന്ത്യ മഹാരാജ്യത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഒരു ദൈവത്തിന്റെ പ്രവൃത്തി ആ രാജ്യത്തിന്മേലും അതിന്റെ ഭരണാധികാരികളുടെയും കർത്താവ് വെളിപ്പെടണമെന്ന് അപേക്ഷിക്കുന്ന കർത്താവേ. പ്രത്യേക കേരളത്തിനായി സ്തോത്രം. പ്രത്യേക കർത്താവെ, ഞങ്ങളുടെ ജില്ലകൾക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ. ദൈവത്തിന്റെ പ്രവൃത്തി, ദൈവത്തിന്റെ ഹിതം, ദൈവത്തിന്റെ ഇഷ്ടം നടക്കണമേ കർത്താവെ. ഞങ്ങൾ പല വിഷയങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവ്. സമാധാനമുള്ള അന്തരീക്ഷം, രാജ്യത്തിന്റെ വളർച്ചയ്ക്കുള്ള ഒരു അന്തരീക്ഷമാക്കി മാറ്റണമെന്ന് അപേക്ഷിക്കുന്നു. ഏത് ഘട്ടങ്ങളിലും ഭാരങ്ങളും ദൈവസഭയും ദൈവമക്കളെയും വളർത്തുന്നവനായിരിക്കാതെ സ്തോത്രം. അതിന്റെ കർത്താവ് സുവിശേഷനെതിരായിട്ട് നിൽക്കുന്ന സകല മനുഷ്യപ്പോരുകളും മനുഷ്യന്റെ കർത്താവ് പ്രവർത്തനങ്ങൾ മാറ്റി ദൈവത്തിന്റെ ഹിതം വെളിപ്പെട്ട് എല്ലാ പൈശാചിക തടസ്സങ്ങളും മാറി കർത്താവ് വടക്കേ ഇന്ത്യയിലും ഗുജറാത്തിലും മറ്റ് ഒറീസയിലുള്ള കേരളത്തിന്റെ മറ്റ് വെളിയിലുള്ള മറ്റ്
സ്റ്റേറ്റുകളിൽ കർത്താവെ ദാസന്മാരെയും കഷ്ടത അനുഭവിക്കുന്ന ജയിലിൽ പാർക്കുന്നവരും അടിയും മർദ്ദനം ഏൽക്കുന്ന ദൈവമക്കളെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കാൻ കർത്താവെ ദൈവമേ പ്രതിയാൽ കർത്താവെ ഞങ്ങളുടെ ഈ കൂട്ടായ്മയ്ക്കായി സ്തോത്രം നേരത്തെ നൽകുക ദൈവാസ്യം ഇതിലുള്ള എല്ലാ അംഗങ്ങളെയും കർത്താവെ നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാൻ കർത്താവെ ദൈവപ്രവൃത്തി വെളിപ്പെടണമെന്ന് അപേക്ഷിക്കുന്ന കർത്താവെ ദൈവഹിതം വെളിപ്പെടണമെന്ന് അപേക്ഷിക്കുന്നു. രോഗികളായി ഞങ്ങളുടെ പറഞ്ഞ 2 മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കും കർത്താവെ ദൈവമേ ആക്സിഡന്റായി വെന്റിലേറ്റർ ആയിരിക്കുന്ന കുഞ്ഞിനെയും കുഞ്ഞിനെയും ദൈവമേ നിന്റെ വിടുതനായി ഏൽപ്പിക്കും കർത്താവെ 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 ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഓരോ വിഷയത്തിന്മേലും ദൈവത്തിന്റെ നീതിയുടെ കരം വെളിപ്പെടണമേ. രോഗികൾ ദുഃഖികൾ കർത്താവെ വരുന്ന ആരെങ്കിലും കർത്താവെ ഇത് ഞങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ കർത്താവ് ദൈവത്തിന്റെ വചനം അയച്ച് കർത്താവ് വിടുവിക്കണമെന്ന് അപേക്ഷിക്കും കർത്താവെ ആരെങ്കിലും ഭാരത്തലായിരിക്കുന്നുണ്ടെങ്കിൽ കർത്താവെ ദൈവത്തിന്റെ വിടുതലായിരിക്കണമെന്ന് അപേക്ഷിക്കും കർത്താവെ ഈ കർത്താവ് വിവാഹപ്രായമായ കുഞ്ഞുങ്ങൾ കർത്താവ് വിവാഹം നടക്കുവാൻ തലമുറയില്ലാത്തവർക്ക് തലമുറ ഉണ്ടാകുവാൻ ജോലി ഇല്ലാത്തവർക്ക് ജോലി ഉണ്ടാകുവാൻ കർത്താവെ ആരെങ്കിലും നിത്യതയ്ക്കായി ഒരുങ്ങപ്പെടാത്തവർ കർത്താവ് വചനത്തിന്റെ ശക്തി ആ നിത്യതയ്ക്കായി ഒരുങ്ങപ്പെടുവാൻ കർത്താവിടെ ആക്കണം. വചനം സൃഷ്ടിച്ച പ്രത്യേക സംഘടന പ്രബോധിപ്പിച്ച ദൈവാസിയും സംഘടന വായിച്ച ദൈവമക്കളെയും കർത്താവെ പാടിയവരെല്ലാം ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാതാവേ അങ്ങനെ ഇന്ത്യ മഹാരാജ്യത്തിൽ ഉണർവുണ്ട് ആരംഭിപ്പാൻ കർത്താവെ അത് എല്ലാം മറ്റു വെളിയിലുള്ള എല്ലാ വൻകരയിലേക്ക് അത് വ്യാപിപ്പാൻ കർത്താവ് ഇടിയാക്കണമേ. കർത്താവ് നിന്റെ വരമെങ്കിൽ നിത്യതയിൽ പോകാൻ ഞങ്ങളെല്ലാം ഒരുക്കണമേ അപേക്ഷിക്കും. അതിനേറെ നിത്യതയിലേക്ക് നേടുവാൻ ഞങ്ങൾ ഒരുക്കണമേ അപേക്ഷിക്കും. കർത്താവ് വചന സൃഷ്ടി ദൈവാസനെയും അവരുടെ കുടുംബങ്ങളെ ഏൽപ്പിക്കുന്നു കേൾക്കുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കും കർത്താവെ ദൈവപ്രവൃത്തി കർത്താവെ ദൈവീയ ശക്തി വെളിപ്പെടണമെന്ന് അപേക്ഷിക്കുന്നു. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ഒരു ദൈവപ്രവൃത്തി കർത്താവെ വചനം കേൾക്കുവാൻ കർത്താവെ ദുഷ്ടനായവൻ ആരുടെയും കർത്താവെ ഹൃദയങ്ങളെ അടച്ചു കളയാതെ കാതുകളെ മന്ദമാക്കി കളയാതെ കേൾക്കുന്ന വചനം കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരുവാൻ അത് ഞങ്ങളുടെ ജീവിതത്തിൽ രൂപാന്തരമായി തീരുവാൻ ഞങ്ങളുടെ ജീവിതത്തിൽ നിത്യതയ്ക്ക് വളർച്ചയായി തീരുവാൻ ഓരോ ദിവസം ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരുവാൻ കർത്താവെ ഞങ്ങളുടെ പ്രതിസന്ധികൾ ജയിക്കുന്ന ജയത്തിന്റെ ശക്തിയായി മാറുവാൻ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് മുന്നോട്ട് കുതിക്കാനുള്ള ഊർജ്ജമായി തീരുവാൻ കർത്താവ് ഇടിയാക്കണമെന്ന് അപേക്ഷിക്കും. കർത്താവെ സൂമീറ്റിൽ കടന്നു വരാൻ കഴിയാതായിരിക്കുന്ന എല്ലാവരും ഓർത്ത് പ്രാർത്ഥിക്കും. സാഹചര്യം ഉണ്ടായിട്ട് കർത്താവെ വരാൻ കഴിയാത്തവരെ ഓർത്ത് പ്രാർത്ഥിക്കും. അതുപോലെ കടന്നു വന്ന കർത്താവെ ആഗ്രഹിച്ചിട്ടും കടന്നു വരാത്തവരെ ഓർത്ത് പ്രാർത്ഥിക്കും. കർത്താവെ ദൈവമേ പലവിധ ഭാരത്താലും പലവിധ പ്രയാസത്താലും ആയിരിക്കുന്ന എല്ലാവരും ഓർത്ത് പ്രാർത്ഥിക്കും. ദൈവശക്തി പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഉച്ചി മുതൽ ഉള്ളംകാൽ വരെ എല്ലാ ജീവിതങ്ങളും വ്യാപരിക്കണമെന്ന് അപേക്ഷിക്കും. കർത്താവെ ദൈവമേ എന്റെ സന്നിലായിരിക്കുന്ന കർത്താവെ ദൈവനാം മോഹത്തിനായി തീരുവാൻ അടിയുടെ ജീവിതത്തിലെല്ലാം അനുഗ്രഹമായി തീരണമെന്ന് അപേക്ഷിക്കും. കർത്താവെ എല്ലാവരും ഒരു പ്രാവശ്യം കർത്താവിന്റെ സന്നിലേക്ക് എത്തുന്നു. എല്ലാം യേശുവിന്റെ രക്തം കൊണ്ട് ഞങ്ങൾ മുദ്രയിടുന്നു. കർത്താവ് ദൈവഹിതമില്ലാത്ത ഒരു പ്രവൃത്തി ദൈവഹിതമില്ലാത്ത ഒരു വാക്ക് ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ ഇടയാക്കാതെ കർത്താവ് ദൈവപ്രവൃത്തി കൊടുക്കണം. കർത്താവ് പ്രാർത്ഥന യേശുവിനാ തന്നെ ആമേൻ 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 ആമേൻ. ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം സ്തോത്രം. പ്രാർത്ഥിച്ച പ്രിയ ദൈവദാസനെ ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. കുടുംബമായി ആയിരിക്കുന്ന രാജ്യത്ത് ദൈവം ശക്തമായി പ്രയോജനപ്പെടുത്തുവാൻ നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. ഇന്ന് രാത്രികാലം നമ്മുടെ യുവാക്കന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കാം. വിദേശ രാജ്യങ്ങളിലൊക്കെ പഠിക്കുന്ന കുഞ്ഞുങ്ങളെ, അതുപോലെ ജോലിയിലായിരിക്കുന്ന കുഞ്ഞുങ്ങളെ, കുടുംബസ്ഥരായ കുഞ്ഞുങ്ങളെ, ജോലിയില്ലാതെ അനേക പ്രിയപ്പെട്ടവർ ഭാരപ്പെടുന്നുണ്ട്. നമ്മുടെ മഞ്ജുഷയെ ഓർത്ത് പ്രാർത്ഥിക്കാം. അതുപോലെ ബോംബെന്ന് സിജു എന്ന് പറഞ്ഞൊരു സഹോദരി കയറിയിട്ടുണ്ട്. പ്രിയ പൈതൽ ഒത്തിരി കുടുംബ പ്രശ്നങ്ങളിൽ കൂടെയും ഒത്തിരി മാനസിക സംഘർഷങ്ങളിൽ കൂടെ ഒക്കെ പ്രിയ പൈതൽ ഈ ദിവസങ്ങളിലൊക്കെ കടന്നു പോവുക. അനേക ദൈവദാസന്മാരുടെ പ്രാർത്ഥനയാണ് പ്രിയ പൈതലിനെ നിലനിർത്തുന്നത്. അവരുടെ കുടുംബജീവിതത്തിന്റെ അനുഗ്രഹത്തിനും അതുപോലെ പ്രിയ പൈതല് ഹൈപ്പർ ആക്റ്റീവായിട്ടുള്ള ഒരു കുഞ്ഞാണ്. അവന്റെ തലച്ചോറിന്റെ പ്രവർത്തനങ്ങളൊക്കെ നോർമലായി വരുന്ന ആളുകളിൽ ശക്തമായ ദൈവത്തിന് പ്രയോജനപ്പെടുവായ ഒരു കുഞ്ഞ് ശമൂവേൽ ആളൻ വളർന്നു. ദൈവരാജ്യത്തിന് അനുഗ്രഹമായി ദാൻ മുതൽ ബേർശേബ് വരെയുള്ള രാജ്യങ്ങൾ അറിയപ്പെട്ടതുപോലെ ലോകരാജ്യങ്ങളിലൊക്കെ വരും കാലങ്ങളിൽ ദൈവരാജ്യത്തിന് വേണ്ടി മുതൽക്കൂട്ടായി തീരത്തക്ക നിലവാരത്തിൽ ആ പൈതലിനെ ദൈവം വിടുവിക്കപ്പെടേണ്ടതിന് നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ മാനസിക വെല്ലുവിളികൾ നേരിടുന്ന അനേകായിരം കുഞ്ഞുങ്ങളുണ്ട്. ഓട്ടിസം ബാധിച്ച കുഞ്ഞുങ്ങളുണ്ട്. അവരെയൊക്കെ നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. രാത്രികാല ഈ വിഷയങ്ങളെല്ലാം ഓർത്ത് ഞാൻ തന്നെ പ്രാർത്ഥിച്ചേക്കാം. കർത്താവേ സ്തോത്രം 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 സ്തോത്രം. രക്തത്താലും വചനത്താലും പരിശുദ്ധാത്മാവിനാലും കർമ്മേൽ പ്രയർ ഗ്രൂപ്പിലെ സകല കുടുംബങ്ങളെയും മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ സ്തോത്രം സ്തോത്രം സ്തോത്രം. ഞങ്ങളുടെ പാറയും ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനുമായി ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗ്ഗ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രിയുടെ യാമത്തിനായി സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. കർത്താവേ സംഭവബഹുലമായൊരു പകൽക്കാലം ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നുപോയി. കർത്താവേ രാത്രിയുടെ യാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ കൃപാസനത്തിലേക്ക് അടുത്തു വരിക. കർത്താവേ ഞങ്ങൾക്ക് പല വിഷയങ്ങളും ഭാരമുള്ളതാ കർത്താവേ. ഭാരമേറിയ വിഷയങ്ങളുമായിട്ട് കർത്താവേ ഞങ്ങൾ അങ്ങയുടെ കൃപാസനത്തിലേക്ക് അടുത്തു വരിക. പാപം ഒഴികെ സർവ്വത്തിനും ഞങ്ങൾക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ട പിതാവേ, അതുകൊണ്ട് തക്ക സമയത്ത് കൃപ പ്രാപിപ്പാൻ സഹായത്തിലുള്ള കരുണയ്ക്കായി ഞങ്ങൾ ഒരുമിച്ച് കർത്താവെ അങ്ങയുടെ മുഖത്തേക്ക് നോക്കൂ. എൻ്റെ ബലമായ യഹോവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് കർത്താവിന് രാത്രി ഞങ്ങൾ കേൾക്കപ്പെട്ടതുപോലെ സ്വർഗത്തിലെ അപ്പ ഞങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് കർത്താവിനെ സ്നേഹിക്കുവാൻ ഹൃദയംഗമായി അങ്ങയ്ക്ക് സ്തുതിസ്തോത്രങ്ങൾ അർപ്പിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾ കൈകൾ മലർത്തുമ്പോൾ അത് അങ്ങയ്ക്ക് സന്ധ്യായാഗമായി കർത്താവെ
അവിടുന്ന് തീരണമെന്ന് പ്രാർത്ഥിക്കുക കർത്താവെ. ഇന്ന് രാത്രികാലം വിവിധങ്ങളായ വിഷയങ്ങള് പ്രിയപ്പെട്ടവരൊക്കെ പ്രാർത്ഥിച്ചല്ലോ കർത്താവെ. അവിടുന്ന് എല്ലാം ശ്രദ്ധ വെച്ച് കേട്ട് ഞങ്ങൾക്ക് മറുപടി തരുന്ന മാനിക്കുന്ന വിശ്വസ്തതയ്ക്കായി സ്തോത്രം സ്തോത്രം. എത്ര സ്തുതിച്ചാലും മതി വരികയില്ല കർത്താവെ. കഴിഞ്ഞ 2.5 വർഷക്കാലം കർത്താവ് ഒരു ദിവസം പോലും മുടങ്ങാതെ അപ്പച്ചാ ഞങ്ങൾക്ക് ഇങ്ങനെ അങ്ങയുടെ പാദപിടത്തിൽ അടുത്തു വന്നു കർത്താവ്. യോബ് തന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചവന്റെ സ്ഥിതിക്ക് ഭേദം വരുത്തിയതുപോലെ ഞങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ അത് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ആത്മീക വർധനങ്ങൾക്ക്, കുടുംബങ്ങളുടെ അനുഗ്രഹത്തിനും വിടുതലുകൾക്കും കാരണമായി തീരുവാൻ സ്വർഗമേ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന രാത്രി കർത്താവെ. ഞങ്ങളുടെ യുവതി യുവാക്കന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുക കർത്താവെ. ഇന്ന് അനേക യുവതി യുവാക്കന്മാര് കർത്താവെ പാപത്തിന്റെ അഗാധത്തിൽ കിടക്കുന്നുണ്ടല്ലോ അപ്പച്ച. കഴിഞ്ഞ ദിവസങ്ങളിൽ കർത്താവെ 4 യുവാക്കന്മാർ നിമിത്തം 28 കുടുംബങ്ങൾ അനാഥമായല്ലോ അപ്പച്ച. എന്റെ കർത്താവെ, പിശാച് ആരുടെ തലച്ചോറിനെ തിരിക്കാൻ അനുവദിക്കല്ലേ അപ്പച്ച. പാപത്തെ വിട്ടു പാപിയെ വെറുത്ത് പാപത്തെ കർത്താവെ സ്നേഹിക്കാതെ എന്റെ കർത്താവിനെ സ്നേഹിക്കുന്ന ഒരു കുഞ്ഞുങ്ങളാക്കി ഓരോ കുഞ്ഞുങ്ങളെ മാനിക്കണം. മാതാപിതാക്കന്മാരുടെ പ്രതീക്ഷകളാകുന്ന അനേകായിരം കുഞ്ഞുങ്ങൾ ഇന്ന് ജയിലുകളിലുണ്ട് കർത്താവെ. അവരോടൊക്കെ കരുണ തോന്നണമേ അപ്പാ. ജയിൽ മിനിസ്ട്രി, ഹോസ്പിറ്റൽ മിനിസ്ട്രി, പരസ്യോഗങ്ങള്, മറ്റനവധിയായ ഉണർവയോഗങ്ങളൊക്കെ കർത്താവേ ദൈവദാസന്മാർ വില കൊടുത്ത് ശുശ്രൂഷ എടുക്കുമ്പോൾ അപ്പച്ച ഒരു വാക്ക് ഓരോ പ്രിയപ്പെട്ടവരുടെ ഹൃദയത്തിലൊന്ന് ആഴത്തിൽ പതിയണമേ കർത്താവെ. പാപത്തെ പച്ചവെള്ളം പോലെ വലിച്ചു കുടിക്കുന്ന അനേക കുഞ്ഞുങ്ങളുണ്ട് കർത്താവെ. അവരെ അവിടുന്ന് വീണ്ടെടുക്കണമേ. കാൽവരി ക്രൂശിൽ വെച്ച് തങ്കച്ചോര അവരുടെ മേലൊന്ന് ഒഴുക്കണമേ കർത്താവെ. ദേശരാജ്യങ്ങളിലൊക്കെ പഠിക്കാൻ പോയിരിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ എല്ലാം ഓർക്കുന്നു. ജോലിയോടുള്ള ബന്ധത്തിലായിരിക്കുന്ന കുഞ്ഞുങ്ങളെ ഓർക്കുന്നു. കുടുംബസ്ഥരായിരിക്കുന്ന കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന അനേക കുഞ്ഞുങ്ങൾ ഹൈപ്പർ ആക്റ്റീവായിട്ട് കർത്താവെ മാനസിക വെല്ലുവിളികൾ നേരിടുന്ന കുഞ്ഞുങ്ങളുണ്ട്. ഡിപ്രഷൻ അടിമകളായ കുഞ്ഞുങ്ങളുണ്ട്. ആൻസൈറ്റിക്ക് അടിമകളായ കുഞ്ഞുങ്ങളുണ്ട് കർത്താവെ. അങ്ങല്ലാതെ വെടിപ്പാൻ ആരുമില്ല കർത്താവെ. വെടിപ്പാൻ കഴിവുള്ള കർത്താവെ, ആലോചന വലിയവനെ, പ്രവൃത്തി ശക്തിമാനായ കർത്താവെ, ഞാൻ പ്രവർത്തിക്കുവാറ് തടുക്കും കർത്താവെ. ഞങ്ങളുടെ സിജോയെ അങ്ങയുടെ കാര്യങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഒത്തിരി പ്രതിസന്ധികളിൽ കൂടെ കടന്നു പോകുന്ന ഒരു പൈതൽ അപ്പച്ച. നിന്റെ ഹിതമല്ലാത്ത ഒന്നും നിന്റെ പൈതലിന്റെ ജീവിതത്തിൽ സംഭവിക്കല്ലേ 8 വയസ്സുകാരന കർത്താവെ. സാധാരണ കുഞ്ഞുങ്ങളെ പോലെ വളരേണ്ട കുഞ്ഞ കർത്താവെ. എന്റെ ദൈവമേ, അവനെ അങ്ങ് തൊടണം കർത്താവെ. അവനും ദൈവസന്നിധിയിൽ കർത്താവെ വന്ന് അങ്ങയുടെ നാമമഹത്വമായി തീരുവാൻ അഭിഷക്തന്മാരുടെ കൈവെപ്പ് നിന്റെ കുഞ്ഞിന്റെ മേലുണ്ടാകണം കർത്താവെ. അനേകായിരങ്ങളുടെ പ്രാർത്ഥന ഓരോ തലമുറകളുടെയും വിടുതലിന് കാരണമായി തീരണേ. യഹോവയുടെ ആത്മാവ് കുഞ്ഞുങ്ങളുടെ മേൽ ആവസിക്കണം. ജ്ഞാനത്തിന്റെയും ബലത്തിന്റെയും വിവേകത്തിന്റെയും ആലോചനയുടെയും പരിജ്ഞാനത്തിന്റെ ആത്മാവിനെ തന്നെ കുഞ്ഞുങ്ങളുടെ മേൽ ആവസിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ മക്കളെല്ലാവരും യഹോവയാൽ ഉപദേശിക്കപ്പെട്ടവരും അവരുടെ സമാധാനം വലുതുമായി തീരണമേ. കുടുംബസ്ഥരായിരിക്കുന്ന സകല കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഇന്ന് കർത്താവെ കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന ജൂലിയെ അങ്ങയുടെ കാര്യങ്ങളിൽ ഏൽപ്പിക്കുക കർത്താവെ. എന്റെ കർത്താവെ, അനേക കുഞ്ഞുങ്ങൾ ഇന്ന് കുടുംബസ്ഥരായിട്ടുണ്ടല്ലോ. അവരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കും. ഞാനും എന്റെ കുടുംബം ഞങ്ങളെ യഹോവയെ സേവിക്കുമെന്ന് പറയുവാൻ തക്കവണ്ണം ഏത് പ്രതിസന്ധിയിലും പ്രയാസങ്ങളും കഷ്ടങ്ങളിലും കർത്താവെ എന്റെ കർത്താവിനെ സ്നേഹിക്കുവാൻ, എന്റെ കർത്താവിനെ വിട്ടിടത്തോട്ടോ വലത്തോട്ടോ പോകുവാൻ ആരെയും സമ്മതിക്കല്ലേ. കഷ്ടത്തിന്റെ കണ്ണുനീർ കുടിപ്പാൻ തന്നാലും ഞെരുക്കത്തിന്റെ അപ്പം തിന്മാൻ തന്നാലും ഞങ്ങളുടെ ഉപദേഷ്ടാവ് മറഞ്ഞിരിക്കയില്ലല്ലോ. എല്ലായ്പ്പോഴും അങ്ങയുടെ കണ്ണ് ഞങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുന്ന ദൈവമാകയാൽ നന്ദിയോടെ സ്തോത്രം സ്തോത്രം കർത്താവെ. മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന സകല ഡോക്ടർമാരെ, നേഴ്സുമാരെ, പാരാമെഡിക്കൽ സ്റ്റാഫുകളെ ഒക്കെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കപ്പ. ഒരു രോഗിയെ ഞങ്ങൾ വിടുവിക്കുമ്പോൾ ഞങ്ങൾ അനുഭവിക്കുന്ന മാനസിക സമ്മർദ്ദങ്ങൾ കർത്താവെ വലുതാണല്ലോ. എന്റെ കർത്താവേ, അവരെല്ലാം ബലപ്പെടുത്തണമേ, ശക്തിപ്പെടുത്തണം. ആരും നശിച്ചു പോകുവാൻ സമ്മതിക്കല്ലേ. എല്ലാ ടെൻഷൻസും മാറ്റുവേണമെന്ന് പ്രാർത്ഥിക്കുക കർത്താവേ. ഞങ്ങളുടെ അസ്ഥിക്ക് അസ്ഥിയും ഞങ്ങളുടെ മാംസത്തിന് മാംസവുമാവുന്ന അനേകായിരങ്ങൾ നശിച്ചുകൊണ്ടിരിക്കുന്നല്ലോ കർത്താവേ. അവരോട് ആത്മഭാരത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുക. അവരെ വിടുവിക്കുമാറാകെ
ചെയ്യണം. ക്രിസ്തുവാകുന്ന പാറമേൽ ഓരോ പ്രിയപ്പെട്ടവരെ നിർത്തുമാറാകണം കർത്താവ്. ഓരോ പ്രിയപ്പെട്ടവരുടെ വായിൽ പുതിയ പാട്ട് കൊടുക്കണേ. യഹോവയ്ക്ക് സ്തുതി പാടുവാൻ ഇടയാക്കണമേ. ഇന്ന് രാത്രി കാലത്തെ ഞങ്ങളുടെ മീറ്റിംഗ് ഏറ്റവും അനുഗ്രഹമാക്കി തീർക്കണമേ. ഞങ്ങളുടെ ഗ്രൂപ്പുകളിൽ നടക്കുന്ന വിടുതലുകൾക്കായി സ്തോത്രം. ഓരോ രാജ്യങ്ങളിൽ ഇരുന്ന് കർത്താവേ അപ്പാ നെഹമ്യാവിനെ പോലെ കണ്ണുനീരോടെ ഉപവാസത്തോടെ ആത്മഭാരത്തോടെ പിതാക്കന്മാരുടെ പാപം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുന്ന അനേകായിരം അഭിഷക്തന്മാരും വിശ്വാസ സമൂഹം ഉണ്ടപ്പാ. അവിടെ എല്ലാം പ്രാർത്ഥന ഇന്ത്യ മഹാരാജ്യത്തിന്റെ വിടുതലിനും കാരണമായി തീരുവാൻ സ്വർഗം സഹായിക്കണമേ. രാത്രി കാലത്ത് ഞങ്ങളുടെ മീറ്റിംഗ് ഏറ്റവും അനുഗ്രഹമാക്കി തീർക്കണം. പാടിയ പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥിച്ചവരെ, ആരാധന ലീഡ് ചെയ്യുന്നവരെ, സങ്കീർത്തനം വായിച്ചവരെ എല്ലാം അങ്ങയുടെ കാര്യങ്ങളിൽ ഏൽപ്പിക്കുന്ന ക്ഷമയോടെ ഞങ്ങളുടെ ഗ്രൂപ്പിൽ കയറിയിരിക്കുന്ന ഓരോ കുടുംബങ്ങളെ, അവരുടെ പ്രാർത്ഥനാ വിഷയങ്ങളെ അങ്ങയുടെ കാര്യങ്ങളിൽ ഏൽപ്പിക്കുക. രാത്രി കാലത്തെ വചന കേൾവി അങ്ങയുടെ കാര്യങ്ങളിൽ ഏൽപ്പിക്കുക. ദൈവദാസനെ അങ്ങയുടെ കാര്യങ്ങളിൽ ഏൽപ്പിച്ച് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുക കർത്താവേ. രാത്രി കാല സ്വർഗത്തിൽ എന്തേക്ക് സ്ഥിരമായിരിക്കുന്ന ദൈവത്തിന്റെ വചനം ഏതാത്മാവിൽ എഴുതിയോ അതേ ആത്മാവിൽ സംസാരിപ്പാ അവയെ ഞങ്ങൾ ഒരുമിച്ച് വചനത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങുക. ഞങ്ങളെ സഹായിക്കണമേ കർത്താവേ. വചനം കേട്ട് ഞങ്ങളെ തന്നെ ചതിക്കാതെ വചനം കേട്ട് അനുസരിച്ച് കർത്താവ് പ്രമാണിച്ച് ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക അപ്പച്ച. ഈ രാത്രി കാലം കർത്താവേ ഞങ്ങളുടെ വചനം ഇരുവായി തലയുള്ള ഏത് വാളിനേക്കാളും പ്രാണനെ ഈ സന്ധിമച്ചകളെ ആത്മാവിന്റെ ചേതനകളെയും തുളച്ചു കയറുന്ന ദൈവത്തിന്റെ വചനത്തിന്റെ മുൻപിൽ ഭയത്തോടും വിറയലോടും കൂടി ആയിരിക്കാൻ സഹായിക്കണം. അടിയനെ സമ്പൂർണമായി താഴ്ത്തുന്നു. ഇത്രത്തോളം സമയം ആരാധന ലീഡ് ചെയ്യുവാനൊക്കെ സ്വന്തം സാഹചര്യത്തിനായി സ്തോത്രം. അടിയൻ നോക്കുന്ന ഈ പേഷ്യൻസിനെ അങ്ങയുടെ കാര്യങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവേ, ആരാധനയ്ക്ക് തടസ്സം ഉണ്ടാകല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ സാഹചര്യങ്ങളെയും അപ്പന്റെ കാര്യങ്ങളിൽ ഏൽപ്പിക്കുന്നു. ആദ്യോടന്തം പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കണം. എല്ലാവരെയും അവന്റെ കാര്യങ്ങളിൽ ഏൽപ്പിച്ച് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കുക സ്തോത്രം സ്തോത്രം. വിട്ടുപോയ സകല പ്രാർത്ഥനാ വിഷയങ്ങളെ സ്തോത്രത്തോടെ ഏൽപ്പിച്ച് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കും. പ്രാർത്ഥന കേട്ടി മറുപടി തന്ന് മാനിക്കുന്ന വിശ്വസ്തയ്ക്കായി സ്തോത്രം. സകലതും കർത്താവായ യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആമേൻ. ഇത്രത്തോളം സമയം നമുക്ക് വിവിധങ്ങളായ വിഷയങ്ങളെ ഓർത്ത് പ്രാർത്ഥിപ്പാൻ തന്ന കൃപയ്ക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. സ്തോത്രം സ്തോത്രം. പ്രാർത്ഥിച്ച വിഷയങ്ങളെല്ലാം ദൈവം ശ്രദ്ധ വെച്ച് കേട്ട് മറുപടി തരുന്ന വിശ്വസ്തയ്ക്കായി സ്തോത്രം സ്തോത്രം സ്തോത്രം. ഇനി നമുക്ക് വചന ശുശ്രൂഷയ്ക്കുള്ള സമയമാണ്. ദൈവദാസനെ നമുക്ക് ആദരവോടെ സ്നേഹത്തോടെ ഇവിടെ ഗ്രൂപ്പിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ ധന്യ തിരുനാമം ഇന്ന് രാത്രിയിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ വാട്സപ്പ് കൂട്ടായ്മയിൽ എനിക്കും പങ്കെടുക്കുവാൻ, ഈ സൂംബ്രാറ്റിൽ എനിക്കും പങ്കെടുക്കുവാൻ കർത്താവ് തരുന്ന വലിയ ഭാഗ്യത്തിനായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. എൻ്റെ പേര് സജു എബ്രഹാം എന്നാണ്. ഞാൻ IPC കലഞ്ഞൂര്, കോന്നി ഡിസ്ട്രിക്റ്റിൽ കലഞ്ഞൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഉൾപ്രദേശങ്ങളിൽ ഞങ്ങൾ കുടുംബമായി കർത്താവിന്റെ വേല ചെയ്യുന്നു. എനിക്ക് കുടുംബമായി കുടുംബവും 2 കുഞ്ഞുങ്ങളും 10ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിലും പഠിക്കുന്നു. കർത്താവ് ഞങ്ങളെ സന്തോഷത്തോടെ നടത്തുന്നു. ഇന്ന് രാത്രിയിൽ എനിക്കും അല്പസമയം വചനം ശുശ്രൂഷിക്കുവാൻ കർത്താവ് തരുന്ന ഭാഗ്യത്തിനായി ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. ഇതിന്റെ പുറകിൽ പ്രാർത്ഥിക്കുന്ന ഞാൻ പ്രാർത്ഥനയൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. വളരെ ആത്മാർത്ഥമായി കണ്ണുനീരോട് പ്രാർത്ഥിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയാണ് ദൈവമക്കളുടെ ബലം. പ്രാർത്ഥനയാണ് ദൈവമക്കളുടെ സന്തോഷവും സമാധാനവും ആശ്വാസമെല്ലാം പ്രാർത്ഥനയാണ്. അതോർത്ത് ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്യുന്നു. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാത്രിയിലെ ചെറിയൊരു ചിന്തയ്ക്കായി 1-2 വചനങ്ങള് നമുക്ക് നോക്കാം. ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് ആരംഭമായിട്ട് ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് കടന്നു വരികയാണ്. ഉൽപ്പത്തി പുസ്തകം 29-ാം അധ്യായം പ്രാരംഭമായിട്ട് അതിന്റെ 35-ാം വാക്യം നമ്മൾ നോക്കുമ്പോൾ, ഉൽപ്പത്തി പുസ്തകം 29 അവൾ പിന്നെയും ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിച്ചു. ഇപ്പോൾ ഞാൻ യഹോവയെ സ്തുതിക്കും എന്നവൾ പറഞ്ഞു. അതുകൊണ്ട് അവൾ അവന് യഹൂദ എന്ന് പേരിട്ടു. പിന്നെ അവൾക്ക് പ്രസവം നിന്നു. അതുകൊണ്ട് യഹൂദ എന്ന് പേരിട്ടു. ഹല്ലേലൂയ. ഇവിടെ
നമുക്ക് ഈ ഉൽപ്പത്തി പുസ്തകം ഈ ഭാഗം നമ്മൾ നോക്കുമ്പോൾ ലേയ അനിഷ്ടമായിട്ടാണ് അവിടെ കാണുന്നത്. അനിഷ്ട എന്നാണ് അവിടെ കാണുന്നത്. എന്നാൽ കർത്താവ് ഏറ്റവും കൂടുതൽ അവളെ സ്നേഹിച്ചു. ഹല്ലേലൂയ. എന്നാൽ മാനുഷികമായി റാഹേലിനെയാണ് അവിടെ മാനുഷിക സ്നേഹം കൂടുതലായിട്ട് കൊടുക്കുന്ന കാണും. റാഹേലിനെയാണ്. എന്നാൽ കർത്താവ് ലേയാണ് അധികമായി അവിടെ കരുന്നതായിട്ട് കാണാൻ കഴിയും. അവൾ ഒത്തിരി കർത്താവിന്റെ സ്നേഹത്തിന് വേണ്ടി ഒത്തിരി കരയുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, നിലവിളിക്കുന്നുണ്ട്. ഹല്ലേലൂയ. രക്തം ചെയ്യും. എന്നാൽ ആ നിലവിളിയും പ്രാർത്ഥനയുമാണ് അവർക്ക് വലിയൊരു മറുപടിയായിട്ട് അവിടെ മാറുകയാണ്. പ്രാർത്ഥിക്കുന്നവനെ ദൈവം കൈവിടത്തില്ല, പ്രാർത്ഥിക്കുന്നവനെ കർത്താവ് തള്ളിക്കളയത്തില്ല. അവിടെ ഭർത്താവിന്റെ സ്നേഹത്തിന് വേണ്ടി ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ട്. നമ്മൾ ആ അധ്യായം, ആ പാരഗ്രാഫ് 31 കാണാൻ കഴിയുന്നുണ്ട്. ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ട്. ഓരോ കുഞ്ഞിന് പേരിടുമ്പോഴും അതിന് പേരിട്ടിട്ട് പിന്നെയും ഭർത്താവിന്റെ ആഗ്രഹത്തിന് വേണ്ടി അവള് പ്രതീക്ഷിക്കുന്ന, സ്നേഹത്തിന് വേണ്ടി പ്രതീക്ഷിക്കുന്നുണ്ട്. എന്നാൽ അത് പലപ്പോഴും കിട്ടുന്നില്ല. എന്നാൽ ഒടയതമ്പുരാന് അവളെ കൈവിടുകയല്ല. പ്രൈസലോ. ഒടയതമ്പുരാന് അവളെ കരങ്ങൾ എടുക്കുക. പ്രൈസലോ. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നമുക്ക് കർത്താവിന്റെ കൃപ മതി. ലോകസ്നേഹമൊക്കെ, ജഡസ്നേഹമൊക്കെ ഒരു പരിധി കൊണ്ട് അവസാനിച്ചു പോകുമ്പോൾ നമ്മളെ കൈവിടാത്ത കർത്താവിന്റെ ഒരു സ്നേഹമുണ്ട്, നമ്മളെ കൈവിടാത്ത കർത്താവിന്റെ ഒരു കരുണയുണ്ട്. പ്രൈസലോ. അത് നമ്മളെ അന്ത്യത്തോളം നടത്തുന്ന, പരിപാലിക്കുന്ന ദൈവത്തിന്റെ കൃപയാണ്. പ്രൈസലോ. ഹല്ലേലൂയ. ഇവിടെ ലോകസ്നേഹത്തിന് വേണ്ടി, ഭർത്താവിന്റെ സ്നേഹത്തിന് വേണ്ടി ഒത്തിരി ആഗ്രഹിച്ചു, ഒത്തിരി പ്രതീക്ഷിച്ചു. പ്രൈസലോ. ആഗ്രഹിക്കുകയും പ്രതീക്ഷിക്കുകയാണ് ഓരോ ദിവസവും. എന്നാൽ അത് കിട്ടുന്നില്ല. എന്നാൽ കൈവിടാത്ത, അത് മനസ്സിലാക്കി അറിയുന്ന ഒരു കർത്താവുണ്ട്. ഇന്ന് രാത്രിയിൽ പ്രൈസലോ പലതും നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു, പലതും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നു. ലോകത്തിൽ നിന്ന് പലതും, ബന്ധുമിത്രാദികളും ചർച്ചക്കാരും ഒക്കെ നമ്മൾ പലതും പ്രതീക്ഷിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് രാത്രി അതിന്റെ അപ്പുറമായിട്ട് ദൈവസ്നേഹമാണ് നമുക്ക്. ആ കർത്താവ് നമ്മളെ ഒരിക്കലും തള്ളിക്കളയുന്നവനല്ല. ആ കർത്താവ് നമ്മളെ ഒരിക്കലും ഉപേക്ഷിക്കുന്നവനല്ല. പ്രൈസലോ. ഹല്ലേലൂയ. ഇവിടെ ശമൂവേലിന്റെ പുസ്തകം നമ്മൾ നോക്കാമെങ്കിൽ അവിടെ ഒരു ചിന്ത ഞാൻ ഓർപ്പിക്കാനായി ആഗ്രഹിക്കുകയാണ്. പ്രൈസലോ. ഹല്ലേലൂയ. ഇവിടെയും എല്ലാ കൊല്ലവും ആരാധനയ്ക്ക് പോകുമ്പോൾ പ്രൈസലോ ഹന്നായിക്ക് വേണ്ടി വഴിപാടുകൾ ഇരട്ടിയായിട്ട് കൊടുക്കുന്ന കാണാൻ കഴിയും. പ്രൈസലോ. യാഗം അർപ്പിക്കുന്നു. പ്രൈസലോ. ഹല്ലേലൂയ. ഇരട്ടി ഓഹരി കൊടുത്ത് ഹന്നായിക്ക് വേണ്ടി അവിടെ ഓഹരി കൊടുത്ത് യാഗം നടത്തുന്നതായിട്ട് കാണാൻ കഴിയും. പ്രൈസലോ. ഹല്ലേലൂയ. എന്നാൽ അവിടെ തലമുറയെ കാണാൻ കഴിയുന്നില്ല. പ്രൈസലോ. ഇന്ന് രാത്രി ഓർക്കണമേ, ഇന്നത്തെ പ്രാർത്ഥിക്കുന്നവന് വേണ്ടി ദൈവ സാന്നിധ്യം അവിടെ വെളിപ്പെടുകയാണ്. ദൈവസാന്നിധ്യം അവിടെ വെളിപ്പെടുകയാണ്. പ്രൈസലോ. നമ്മുടെ പ്രാർത്ഥനകളൊന്നും അസ്ഥാനത്തായി പോകത്തില്ല. നമ്മൾ ഇന്ന് രാത്രി കരഞ്ഞു പ്രാർത്ഥിച്ചത്, ദേശത്തിന് വേണ്ടി പ്രാർത്ഥിച്ചത്, രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചത്, രോഗിക്ക് വേണ്ടി പ്രാർത്ഥിച്ചത്, ഇത് ഇന്നല്ല നാളെ പ്രൈസലോ അതിന്റെ റിസൾട്ട് നമ്മുടെ കണ്ണുകൊണ്ട് കാണാനായി കഴിയും. അതോർത്ത് ഞാൻ സ്തോത്രം ചെയ്യുക. പ്രൈസലോ. ഹല്ലേലൂയ. അവൾ അനിഷ്ടയായിരുന്നു. ഭർത്താവിന് മുമ്പിൽ ഒരു അനിഷ്ടയാണ്, കുടുംബത്തിനകത്ത് ഒരു അനിഷ്ടയാണ്, വെറുക്കപ്പെട്ടവളായി, പ്രൈസലോ മാറ്റി നിർത്തിയവളായി, ഉപേക്ഷിക്കപ്പെട്ടവളായി. പ്രൈസലോ. ഒന്നിനും കൂട്ടുന്നില്ല, ഒന്നിനും സംസാരിക്കുന്നില്ല, ഒരു കാര്യവും അറിയിക്കുന്നില്ല, ഒരു സൈഡിൽ ഒതുങ്ങിക്കൂടി മാറിപ്പോകുന്ന അവസ്ഥയാണെന്ന് പറഞ്ഞാലും പ്രൈസലോ പ്രാർത്ഥിക്കുന്ന വ്യക്തിയെ കർത്താവ് മുമ്പിലേക്ക് കൊണ്ടുവരിക, പ്രാർത്ഥിക്കുന്ന വ്യക്തിയെ കർത്താവ് തെരഞ്ഞെടുക്കുക. പ്രൈസലോ. എന്റെ ചിന്തയിലേക്ക് ഇപ്പോൾ ഓടി വരുന്നത് ദാവീദിന്റെ ചിന്തയാണ്. അഭിഷേക തൈലമായിട്ട് പ്രൈസലോ ഭക്തൻ നിൽക്കുകയാണ്. പലരെയും മുമ്പിൽ കാഴ്ചവെച്ചു, പലരെയും മുമ്പിൽ കൊണ്ടുവന്നു. പ്രൈസലോ. ഇതൊന്നുമല്ല. ഇനി ആരുണ്ടെന്ന് അവിടെ ചോദിക്കുന്നു. ഇനി ആരുണ്ട്? പ്രൈസലോ. ഇനി ഒരുവനോടുണ്ട്, അവനെ ഒരുക്കി കൊണ്ടുവരാനാ പറഞ്ഞത്. പ്രൈസലോ. അവനെ ഒരുക്കി മുന്നേ നിർത്തിയപ്പോഴാണ് ദാവീദിന്റെ മേൽ വീഴുന്നു. ലോകം പറയുന്നത് പോലെയല്ല, ലോകം കാണിക്കുന്നത് പോലല്ല. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, കർത്താവിന് നമ്മളെ കൊണ്ട് ആവശ്യമുണ്ട്.
അവിടെ ബലവാന്മാരുണ്ടായിരുന്നു, അഭ്യാസികൾ ഉണ്ടായിരുന്നു. പ്രൈസ് ഹല്ലേലൂയ. പല പല ചുവടുകൾ വെക്കാൻ കഴിയുന്നവരും അഭ്യാസം കാണിക്കാൻ കഴിയുന്നവരും അഗ്രഗണ്യന്മാരായ ആൾക്കാരുണ്ട്. എന്റെ കർത്താവിന് പ്രൈസ് അഗ്രഗണ്യന്മാരായ ആൾക്കാരെ അല്ല വേണ്ടത്, അഭ്യാസികളെ അല്ല വേണ്ടത്. പ്രാർത്ഥിക്കുകയും നിലവിളിക്കുകയും ദൈവസനെ ആഗ്രഹിക്കുകയും ചെയ്യുന്ന പ്രിയപ്പെട്ടവരെയാണ് നമ്മുടെ കർത്താവിന് വേണ്ടി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. രാത്രിയിൽ ഒന്ന് രണ്ട് ചിന്ത കൂടെ ഞാൻ അധികം വേഗം പറയുവാൻ ആഗ്രഹിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ആ ഉൽപ്പത്തി പുസ്തകം തന്നെ ഹല്ലേലൂയ 49-ാം അധ്യായത്തിലേക്ക് ഒന്ന് വരിക. ഉൽപ്പത്തി പുസ്തകം 49-ാം അധ്യായം നമ്മൾ അതിന്റെ 9-ഉം 10-ഉം വാക്യം നോക്കുമ്പോൾ യഹൂദേ നീ ഒരു ബാലസിംഹമാണെന്നാണ് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. യഹൂദേ നീ ഒരു ബാലസിംഹം, മകനെ കയറുമെന്നാണ് പറയുന്നത്. നീ ഒരു ബാലസിംഹമാണ് എന്ന് പറഞ്ഞ ഈ ഗോത്രങ്ങളിൽ ഏറ്റവും ചെറിയതായിരുന്നു യഹൂദ. പ്രൈസ് ദി ലോർഡ്. ഒരു കഴിവുമില്ലാത്ത, കണ്ട പ്രാപ്തത, പ്രൈസ് ദി ലോർഡ്, ആരും മൈൻഡ് ചെയ്യാത്ത ഒരവസ്ഥയായിരുന്നു യഹൂദ. എന്നാൽ യഹൂദയെ കുറിച്ച് പറയുന്നത് പ്രൈസ് ദി ലോർഡ്, നീ ഒരു ബാലസിംഹമാണ്, നീ എര പിടിച്ച് കയറും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നോക്കണമേ, അവൻ പറഞ്ഞു അവൻ കുനിഞ്ഞു സിംഹം പോലെയും സിംഹി പോലെയും പതുങ്ങിയിരിക്കുന്നു. 10-ാം വാക്യത്തിൽ പറയുകയാണ്, അവകാശം ഉള്ളവൻ വരുവോളം ചെങ്കോ യഹൂദയിൽ നിന്ന് രാഗ കണ്ട് അവന്റെ കാലുകളുടെ ഇടയിൽ നീങ്ങിപ്പോകയില്ല. പ്രൈസ് ദി ലോർഡ്. നീങ്ങിപ്പോകയില്ല. നമുക്കറിയാം, പഴയ രാജ്യങ്ങളെ കൂടെ നോക്കാമെങ്കിൽ, ഭരണം നോക്കാമെങ്കിൽ പലപ്പോഴും അധികാരങ്ങൾ കൈമാറിയ പലരുമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ശബരി കർത്താവ് തെരഞ്ഞെടുത്തതാണ്, എന്നാൽ അധികാരം മാറിപ്പോകേണ്ടത് ദാവീദിന്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. എന്നാൽ ഇവിടെ പറയുകയാണ്, പ്രൈസ് ദി ലോർഡ്, യഹൂദേ രാജദണ്ഡ് നിന്റെ കയ്യിൽ തന്നെ ഇരിക്കും, അത് മാറിപ്പോകത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മാറിപ്പോകത്തില്ല. എന്നൊക്കെ ആരും മൈൻഡ് ചെയ്യാത്ത, പ്രൈസ് ദി ലോർഡ്, യഹൂദ ആരും മൈൻഡ് ചെയ്തിട്ടില്ല, യഹൂദ ആരും അംഗീകരിച്ചിട്ടില്ല. വലിയ വലിയ ഗോത്രങ്ങൾ ഉണ്ടായിരുന്നു, പ്രഭുക്കന്മാരായ ഗോത്രങ്ങൾ, വലിയ രാജാക്കന്മാർ എഴുന്നേറ്റ ഗോത്രം, വലിയ വലിയ അഭ്യാസികളാകുന്ന, പ്രസക്തിയുള്ള, കാണിച്ചു കൊടുക്കാൻ, വിരൽ ചൂണ്ടി എണ്ണി പറഞ്ഞു കൊടുക്കാൻ പ്രാപ്തിയുള്ള പല ഗോത്രങ്ങളോടുണ്ടായിരുന്നു. പക്ഷേ അവരെ ആരും അല്ല കർത്താവ് തെരഞ്ഞെടുത്തു, അവരെ ആരെയല്ല കർത്താവ് കണ്ടത്. പ്രൈസ് ദി ലോർഡ്. രാത്രി നോക്കി, ഹല്ലേലൂയ, അവിടെ യഹൂദയെ മാത്രമാണ് കർത്താവ് തെരഞ്ഞെടുത്തത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യഹൂദയാണ് കർത്താവ് തെരഞ്ഞെടുത്തത്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, പ്രൈസ് ദി ലോർഡ്, പ്രശസ്തിയിലൊന്നുമല്ല കാര്യം. രാത്രി നമുക്ക് പ്രാർത്ഥിക്കാൻ, നിന്റെ മേലൊരു വാഗ്ദത്തമുണ്ടോ? പ്രൈസ് ദി ലോർഡ്. നിന്റെ മേലൊരു വാഗ്ദത്തമുണ്ട്. ഇവിടെ യഹൂദ എന്ന വാക്കിന്റെ അർത്ഥം സ്തുതി എന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. നിനക്ക് സ്തുതിക്കാനായി കഴിയുമോ? ദൈവപ്രവൃത്തി നമ്മൾക്ക് വെളിപ്പെടാൻ പോകും, ദൈവസാന്നിധ്യം നമ്മളിൽ കൂടെ വെളിപ്പെടാൻ പോകും. പ്രൈസ് ദി ലോർഡ്. ഞാൻ പ്രാരംഭമായി പറഞ്ഞു, സ്തുതിക്കുന്ന ഒന്നും വെറുതെ ആയി പോകത്തില്ല, ആരാധിക്കുന്ന ഒന്നും വെറുതെ ആയി പോകത്തില്ല, കണ്ണുനീരോട് നിലവിളിക്കുന്ന ഒന്നും വെറുതെ ആയി പോകത്തില്ല. ഇവിടെ അവസാനമായി പറയാണ്, അവന് യഹൂദ എന്ന് പേരിട്ടു. പ്രൈസ് ദി ലോർഡ്. സ്തുതി എന്ന അർത്ഥമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നോക്കണമേ, അവിടെ പറയാണ്, ആ ഗോത്രം ചെറുതാണ്, അവിടെ പ്രത്യേകതയൊന്നുമില്ല ആ ഗോത്രം. എന്നാൽ ഇവിടെ പറയാണ്, പ്രൈസ് ദി ലോർഡ്, യഹൂദ ഗോത്രത്തിലെ സിംഹം നിന്നിൽ നിന്ന് പുറപ്പെടും. പ്രൈസ് ദി ലോർഡ്. രാജകീയ അധികാരമുള്ളവൻ നിന്നിൽ നിന്ന് പുറപ്പെടും. പ്രൈസ് ദി ലോർഡ്. മറ്റു പ്രശസ്തിയുള്ള ഗോത്രമില്ലായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വലിയ പ്രശസ്തിയുള്ള ഗോത്രങ്ങൾ ഉണ്ടായിരുന്നു. 49-ാം അധ്യായത്തിലെ ഒരു ഭാഗം ഞാൻ നോക്കുകയാണ്. അവിടെ 3-ാം വാക്യം രൂപനെ കുറിച്ച് പറയുന്നുണ്ട്. നീ ആദിജാതൻ, എന്റെ വീര്യവും എന്റെ ശക്തിയുടെ ആദിഫലവും ശ്രേഷ്ഠതയുടെ വൈശിഷ്ട്യവും ബലത്തിന്റെ വൈശിഷ്ട്യവും തന്നെ ഉള്ളവനെ, നീ ആ ഉള്ളവനെ പോലെ നീ കൊളുമ്പുന്നവനെ നീ ശ്രേഷ്ഠനാകയില്ലെന്ന്. അവിടെ രൂപന് ഒത്തിരി ഗുണമുണ്ട്. വലിയ ഗോത്രമാണ്, ഒത്തിരി ഗുണമുണ്ട് രൂപൻ. എന്നാൽ അവർ ഇത്രയും ഗുണമുണ്ടായിട്ടും അവിടെ പറയുന്നത് ശ്രേഷ്ഠനാകത്തില്ല. അവിടെ വലിയൊരു ഭാവമാണ് രൂപൻ ചെയ്യുന്നത്. പ്രൈസ് ദി ലോർഡ്. നീ ആദിജാതൻ, എന്റെ വീര്യവും എന്റെ ശക്തിയുടെ ആദിഫലം, എന്റെ വീര്യവും എന്റെ ശക്തിയുടെ ആദിഫലവും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നിട്ട് നീ ശ്രേഷ്ഠതയുടെ വൈശിഷ്ട്യവും ബലത്തിന്റെ വൈശിഷ്ട്യവും തന്നെ, വെള്ളം പോലെ തുളുമ്പുന്നവനെ നീ ശ്രേഷ്ഠനാകയില്ല. പ്രൈസ് ദി ലോർഡ്. അല്ലെങ്കിൽ അപ്പന്റെ കിടക്കയിൽ കയറി അതിനെ അശുദ്ധമാക്കി കളഞ്ഞു.
അതുകൊണ്ടാണ് അവിടെ പറയുന്നത് ഹല്ലേലൂയ, എന്താണ് നീ വിശിഷ്ടനാകത്തില്ലെന്ന് പറയുന്നത്. ഇവിടെ വലിയ ഗോത്രമായിരുന്നു, വലിയ കാര്യങ്ങൾ പറയാനുണ്ട്, എടുത്തു പറയാനുണ്ട്. ശ്രേഷ്ഠനാണെന്ന് പറഞ്ഞു, വീര്യനാണെന്ന്, ആദിജാതനാണെന്ന് പറഞ്ഞാലും പ്രൈസലോ അതിൽ വലിയ ബലമുണ്ടെന്ന് പറഞ്ഞാലും കർത്താവ് പറയുക, നീ പാപം ചെയ്ത പ്രൈസലോ, നീ ലോകസകലമായ കഴിവുണ്ടായിരിക്കാം, പലരും നിന്നെ പൊക്കിക്കൊണ്ട് നടക്കുന്നുണ്ടായിരിക്കും, പലരും പ്രൈസലോ പൂമാലയിടുന്നുണ്ടായിരിക്കും, ആദരിക്കുന്നുണ്ടായിരിക്കുക. എന്നാൽ കർത്താവ് പറയാ, ആ ബലം പ്രൈസലോ നിന്റെ ഉള്ളിൽ തന്നെ നിർജീവമായി പോയത്. പ്രൈസലോ വർഷങ്ങൾ കഴിഞ്ഞും ഈ രൂപേനെ ആ പാപം പിടിക്കുന്നു. വർഷങ്ങൾ കഴിഞ്ഞും ഈ രൂപേനെ പ്രൈസലോ വല്ലാതെ അലട്ടുന്നു. ഇത് രാത്രി ഒരു കാര്യം മറന്നു പോകരുത്. നമ്മൾ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പേ, സ്നാനപ്പെടുന്നതിന് മുമ്പേ, കർത്താവിനെ അറിയുന്നതിന് മുമ്പേ നമ്മുടെ പാപങ്ങള് കരുതുമുപ്പാതിന്റെ ഹിമം പോലെ വെളുക്കുവാന്ന കർത്താവ് നമ്മൾ ഓർപ്പിക്കുന്നു. അത് ദൈവത്തെ അറിയുന്നതിന് മുമ്പേ. എന്നാൽ കർത്താവിനെ അറിഞ്ഞു കഴിഞ്ഞ്, സ്വീകരിച്ചു കഴിഞ്ഞ്, സ്നാനപ്പെട്ടു കഴിഞ്ഞ് പ്രൈസലോ കർത്താവിന് ഉടമ്പടി ചെയ്തിട്ടുള്ള അതിഘോരമായ പാപമുണ്ടല്ലോ, അത് ഒരിക്കലും മായത്തില്ല. പിന്നത്തേതിൽ അത് നമ്മളെ കുത്തിക്കൊണ്ട് തന്നെ പ്രൈസലോ വലിയ ഗുണങ്ങളുണ്ടായിരുന്നു. ഇന്ന് രാത്രി ഓർത്തു നോക്കി ഗോത്രങ്ങൾ എന്തുമാത്രം ഉണ്ടായിരുന്നു. എന്നാൽ യഹൂദയെ കുറിച്ച് പറയുന്നത് പ്രൈസലോ കർത്താവിന്റെ വരവെങ്കിലും ഈ യഹൂദ ഗോത്രം മാത്രമേ നിലനിന്നിട്ടുണ്ടായിരുന്നു. പ്രൈസലോ ഈ കർത്താവിന്റെ വരവെങ്കിലും ഈ യഹൂദ ഗോത്രം മാത്രമേ നിലനിന്നിട്ടുള്ളൂ. ബാക്കി ഗോത്രങ്ങളെല്ലാം പോയി. പ്രൈസലോ ചെറിയ ഗോത്രമായിരുന്നു, പ്രശസ്തരില്ലായിരുന്നു, എടുത്തു പറയാൻ ആരുമില്ലായിരുന്നു. എന്നാൽ ഒരു ദൂത് യഹൂദയിൽ പ്രൈസലോ നീ ചെറിയ ഗോത്രമായിരിക്കുക, നീ യഹൂദ ഗോത്രത്തിന് സിംഹമാകുന്നവൻ നിന്നിൽ നിന്ന് പുറപ്പെടും, അവൻ അധികാരമുള്ളവനാണ്. ഇവിടെ പല രാജാക്കന്മാർ വന്നു, പല ശ്രേഷ്ഠരായ ആൾക്കാർ വന്നു. അവർക്ക് അധികം നാള് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല, അധികം നാള് ഭരിക്കാൻ കഴിഞ്ഞില്ല. പ്രൈസലോ പലപ്പോഴായിട്ട് അവർ തകർന്നുപോയി, അധികാരത്തിൽ വീണുപോയി, ഉടഞ്ഞുപോയി. പ്രൈസലോ ഒരിക്കലും നഷ്ടപ്പെടത്തില്ല, ഒരിക്കലും അധികാരത്തിൽ നിന്ന് പോകത്തില്ലെന്ന് പറഞ്ഞു വന്നവരെ അവരെല്ലാം ഉടഞ്ഞ് തകർന്നുപോയി. പ്രൈസലോ എന്നവിടെ പറയാണ്, അധികാരം നിന്നിൽ തന്നെ ഇരിക്കും, ആ രാജകണ്ട് നിന്നിൽ നിന്ന് മാറത്തില്ല. രാത്രി എന്നെ കേൾക്കുന്ന സഭയെ നമുക്കൊരു അധികാരമുണ്ട്. പ്രൈസലോ നമുക്കൊരു ദൈവകൃപയുണ്ട്, നമ്മുടെ മേലൊരു വാഗ്ദത്തമുണ്ട്, അതിനെതിരെ വെല്ലുവിളിക്കുന്ന ചില ശക്തികളുണ്ട്, അദൃശ്യമായി പോരാടുന്ന ചില പോരാട്ട മണ്ഡലങ്ങളുണ്ട്. ഇത് രാത്രി ആത്മാവിൽ എത്ര പേർക്ക് പരിഹരിക്കാൻ കഴിയും? ഇത് വാഗ്ദത്തങ്ങൾ പുറത്തു വരാൻ പോവുകയാണ്, ഇതിന്റെ വാഗ്ദത്തങ്ങൾ നീ കാണാൻ പോവുകയാണ്, ദൈവ സാന്നിധ്യം നീ അനുഭവിക്കാൻ പോവുകയാണ്. നാമത്തിൽ പ്രൈസലോ ശ്രേഷ്ഠതയൊന്നും പറയാനില്ല. ഇവിടെ രൂപം ഒത്തിരി ഗുണങ്ങളും. ഇന്ന് കനാനാട് അക്കരെ ചെല്ലുമ്പോ പ്രതാപന്റെ കാലമാകുമ്പോ ഈ യഹൂദ ഗോത്രം മാത്രം, ശ്രേഷ്ഠതയില്ലാത്ത, വലിയ കഥകൾ പറയാനില്ലാത്ത, വലിയ അധികാരത്തിന്റെ കച്ചവടങ്ങൾ പറയാനില്ലാത്ത, വലിയ രാജാക്കന്മാരോ പ്രഭുക്കന്മാരോ എഴുന്നേൽക്കാൻ കഴിയാത്ത പ്രൈസലോ ചെറിയൊരു ഗോത്രമായിരുന്നു. എന്നാൽ അഖിലാണ്ടത്തിന്റെ ഊട്ടയൻ ആ ഗോത്രത്തിൽ നിന്ന് പുറത്തു വരിക. ഇതിൽ പോലെ വേറെ സന്തോഷം വേറെ ഉണ്ട്. ഇന്ന് രാത്രി നീ ചെറുതാകട്ടെ. പ്രൈസലോ ഇന്ന് രാത്രി വലിയ കഥകളൊന്നും പറയാനില്ലായിരുന്നു. എന്നാൽ കർത്താവ് നിന്നിൽ കൂടെ ഒരു അത്ഭുതം പുറപ്പെടുവിക്കാൻ പോയി. എത്ര പേർക്ക് സ്വത്രം പറയാൻ കഴിയും? പ്രൈസലോ കർത്താവ് നിന്നിൽ കൂടെ ഒരു അത്ഭുതം പുറപ്പെടുവിക്കാൻ കഴിയും. ഇന്നുവരെ അനുഭവിച്ചിട്ടില്ലാത്തൊരു ദൈവ സാന്നിധ്യം നീ അനുഭവിക്കാൻ, ഇന്നുവരെ അനുഭവിച്ചിട്ടില്ലാത്തൊരു ദൈവകൃപ നീ അനുഭവിക്കാനായി അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ. വെളിപ്പാട് പുസ്തകത്തിലേക്ക് ഞാൻ ഒന്ന് ഓടി വരികയാണ്. വെളിപ്പാട് പുസ്തകത്തിൽ 1-2 ചിന്തകളൊന്ന് ഓർപ്പിച്ചിട്ട് പ്രൈസലോ നമുക്ക് ഓടി വരാം. വെളിപ്പാട് പുസ്തകത്തിൽ 5-ാം അധ്യായം നോക്കാമെങ്കിൽ, ഹല്ലേലൂയ, 5-ാം അധ്യായത്തിൽ നോക്കാമെങ്കിൽ 5-ന്റെ 5-ാം വാക്യത്തിൽ അവിടെ ഇത് തന്നെയാണ് പറയുന്നത്. ഹല്ലേലൂയ. അപ്പോ മൂപ്പന്മാരിൽ ഒരുത്തൻ എന്നോട് കരയണ്ട, യഹൂദ ഗോത്ര സിംഹം ദാവീദിന്റെ വേരുമായ പുസ്തകവും അതിന്റെ 7 മുദ്രകളും തുറപ്പാൻ തക്കവണ്ണം ജയം പ്രാപിച്ചിരിക്കുന്നു. അവിടെ ഇത് തന്നെയാണ് പറയുന്നത്, നീ കരയണ്ട, യഹൂദ ഗോത്രത്തിലെ സിംഹം ദാവീദിന്റെ വേരുമായവൻ. ഹല്ലേലൂയ. രാത്രി ഓർക്കണമേ, അവിടെ ഒരു കരച്ചിൽ നടക്കുക. ഈ പുസ്തകം തുറക്കാൻ കഴിയുന്നില്ല, മുദ്രയിടപ്പെട്ട പുസ്തകം തുറക്കാൻ കഴിയുന്നില്ല. അവിടെ യോഹന്നാനോട് വെളിപ്പാടി കാണുക, തുറക്കാൻ കഴിയുന്നില്ല. ദൂതൻ കിടന്ന് കരയുക, നിലവിളിക്കുക. പക്ഷെ അവിടെ പറയാണ്,
യഹൂദാ ഗോത്രത്തിലെ സിംഹം വെളിപ്പെട്ടു വരും. അവന് മാത്രമേ അത് തുറക്കാനായി കഴിയൂ, അല്ലാതെ ആരെ കൊണ്ട് കഴിയത്തില്ല. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന സഭയെ ഊട്ടയത്തമ്പരാൻ നിനക്കൊരു പുതിയ വഴി തുറക്കാൻ പോകും. ഊട്ടയത്തമ്പരാൻ നിനക്കൊരു പുതിയ ദർശനം തരാൻ പോവുകയാണ്. ഊട്ടയത്തമ്പരാൻ നിനക്കൊരു പുതിയ നിയോഗം തരാൻ പോവുകയാണ്. ഊട്ടയത്തമ്പരാൻ നിനക്കൊരു പുതിയ അധികാരം തരാൻ പോവുകയാണ്. ഓ അധികാരം യേശുവിന്റെ നാമത്തിൽ. ഇവിടെ ആർക്കും തുറക്കാൻ കഴിയാത്ത ദൂതൻ കിടന്ന് കരയുന്നു. ഹല്ലേലൂയ. ഇതിനോട് വെളിപ്പാടിൽ യോഹന്നാൻ യോഹന്നാൻ കാണുകയാണ്, മുദ്ര പൊട്ടിപ്പാൻ ഒരുത്തൻ കടന്നു വരാൻ. യഹൂദ ഗോത്രത്തിലെ സിംഹത്തിന് മാത്രമേ ആ മുദ്ര പൊട്ടിക്കാനായി കഴിയൂ. ഇന്ന് രാത്രി അതിന്റെ ഒരു മറുഭാവം കൂടെ ഞാൻ പറഞ്ഞു. ഇന്ന് രാത്രി നിന്റെ തടസ്സങ്ങളാകട്ടെ, നിന്റെ വെല്ലുവിളികളാകട്ടെ, ഇന്ന് രാത്രി നിലവിളിക്കുന്ന മാതാവേ, പിതാവേ, സഹോദരങ്ങളെ, ഇന്ന് രാത്രി ഏത് തന്ത്രങ്ങളാകട്ടെ, ഏത് മന്ത്രങ്ങളാകട്ടെ, അതിനെ തകർത്ത് കളയാൻ, പൊട്ടിച്ച് കളയാൻ കഴിയുന്ന ഒരു ദൈവ സാന്നിധ്യം ഇന്ന് രാത്രി നമ്മുടെ നടുവിലുണ്ട്. യേശുവിന്റെ നാമത്തിൽ മുദ്ര പൊട്ടിക്കാൻ കഴിയുന്ന യഹൂദാ ഗോത്രത്തിൽ സിംഹം മുദ്ര പൊട്ടിക്കാൻ കഴിയുന്ന ആ ഏലിയാവിന്റെ ആ യാഗം വെച്ചപ്പോ അതിന്റെ ഒത്തിരി പ്രവാചകന്മാരുണ്ടായിരുന്നു. ഒത്തിരി പ്രവാചകന്മാരാണ്. ദേശത്തെ അവകാശം പറഞ്ഞ് 4 കോണിലുമായിട്ട് വാലിന്റെ ദേവന്മാർ ആകാശത്തുണ്ടായി. എന്നാൽ ഏലിയാവ് ഒരുത്തനേ ഉള്ളൂ. ദേശത്തെ അവകാശം പറഞ്ഞ ദേശാധിപതികളായി വാലിന്റെ ശക്തികൾ ദേവന്മാർ നോക്കിയ എന്നാൽ പ്രാർത്ഥിക്കുന്ന ഒരുവനെ ഉണ്ടായിരുന്നു. അവന്റെ മേലുള്ള ദൈവകൃപ ദേശത്തെ അവകാശം പറഞ്ഞ വെല്ലുവിളിച്ചിരിക്കുന്ന വാലിന്റെ സകല തന്ത്രങ്ങളെയും വെല്ലുവിളികളെയും ഉടനെ വരാൻ ഉടച്ചു കളയും. ദേശത്തെ കാർന്നു പിടിക്കുക. 4 കോണിലായിട്ട് വാലിന്റെ ദേവന്മാർ 4 സൈഡിൽ അവര് 4 കോണിലായിട്ട് അവർ നിന്ന് വാഗ്ദേവനെ ആരാധിച്ച്, അക്ഷര പ്രതിഷ്ഠകളെ ആരാധിച്ച് ദേശത്തെ ഒതുക്കിയ ജനങ്ങൾ നന്നാകത്തില്ല, ജനങ്ങൾ ആരോഗ്യം വെക്കത്തില്ല, ജനങ്ങൾക്ക് ഭാവി ഉണ്ടാകത്തില്ല, കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടത്തില്ല, കുടുംബങ്ങൾ ശൂന്യമായി പോയാൽ ദേശത്തിന്റെ അന്ധകാര ശക്തികൾ വാഴുക എന്ന പ്രാർത്ഥനയുണ്ടല്ലോ, ഏലിയാവിന്റെ പ്രാർത്ഥനയുണ്ടല്ലോ. ആ ദേശത്തെ അവകാശം അന്ധകാര മണ്ഡലത്തെ എന്നേക്കുമായി യേശുവിന്റെ നാമത്തിൽ അന്നേരം മുദ്ര പൊട്ടിക്കാൻ കഴിയുന്നത് കർത്താവിന് മാത്രമാണ്. രാത്രി നിനക്കൊന്ന് പ്രാർത്ഥിക്കാൻ കഴിയുമോ? ഇത് വ്യക്തിപരമായ ജീവിതത്തിൽ വിടുതലായി മാറാൻ, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഇത് വിജയമായി മാറാൻ പോവുകയാണ്. അസാധാരണമായ ദൈവപ്രവൃത്തി ഈ ദിവസങ്ങളിൽ നമ്മൾ കണ്ണുകൊണ്ട് കാണും. അധികാരമുണ്ട് യേശുവിന്റെ നാമത്തിൽ. നിലവിളിക്കുക ആര് പൊട്ടിക്കും? എന്നിട്ട് വെളിപ്പാടിൽ കാണുക മുദ്ര പൊട്ടിക്കാൻ കഴിയുന്ന ഒരുത്തൻ വെളിപ്പെടാൻ, മുദ്ര പൊട്ടിക്കാൻ കഴിയുന്ന ഒരുത്തൻ വെളിപ്പെടാൻ പോവുകയാണ്. നിന്നെ കരങ്ങളിൽ താങ്ങുന്ന ഒരുത്തൻ വെളിപ്പെടാൻ പോവുകയാണ്. നിന്നെ സൗഖ്യമാക്കാൻ കഴിയുന്ന ഒരുത്തൻ വെളിപ്പെടാൻ പോവുകയാണ്. നിനക്ക് വേണ്ടി പുതിയ വഴി തുറക്കാൻ തോന്നുന്ന ഒരുത്തൻ വെളിപ്പെടാൻ പോവുകയാണ്. യേശുവിന്റെ നാമത്തിൽ യോഹന്നാൻ കാണിക്കും. ഹല്ലേലൂയ. ഞാൻ കൂടി 1-2 ഭാഗത്തോട് വരട്ടെ. ഹല്ലേലൂയ. ഈ വെളിപ്പാട് പുസ്തകം തന്നെ 21-ാം അധ്യായം നമ്മൾ നോക്കാമെങ്കിൽ അതിന്റെ 3-ാം വാക്യം നോക്കുമ്പോൾ ഇവിടെ സിംഹാസനത്തിൽ ഒരു മഹാശബ്ദം പറയുന്നതായി ഞാൻ കേട്ടു. ഇതാ മനുഷ്യന്റെ കൂടെ ദൈവത്തിന്റെ കൂടാരം, അവൻ അവരുടെ കൂടെ വസിക്കും, അവൻ അവർക്ക് ജനമാകും. എന്നിട്ട് പറയുകയാണ്, ദൈവം താൻ അവരുടെ ദൈവമായി അവരോട് കൂടെ. ഈ ഒരു വാക്യത്തിനകത്ത് എന്നെ ചിന്തിപ്പിച്ചത് 3 കാര്യങ്ങൾ. ഒന്ന് രാജാവായി കൂടെ, രാജാവ് ഒന്ന് രാജാവായി കൂടെ. ഇവിടെ പറയാണ് സിംഹാസനത്തിൽ ഒരു മഹാശബ്ദം. ഹല്ലേലൂയ. സിംഹാസനത്തിലിരിക്കുന്ന രാജാക്കന്മാർ, സിംഹാസനത്തിലിരിക്കുന്ന ഒരു മഹാശബ്ദം, രാജാക്കന്മാർ. ഓർക്കണമേ, നമ്മുടെ കർത്താവ് ഒരു രാജാവായിട്ടാണ് കാണുക. രാജാവായി നമുക്കറിയാം. ഇപ്പോ പ്രധാനമന്ത്രി ഇവിടെ നാട്ടിൽ വരും, നമ്മുടെ കേരളത്തിൽ വരിക, അല്ലെ മുഖ്യമന്ത്രി ഇപ്പം നമ്മുടെ ഈ ഓരോ ജില്ലയിലേക്ക് വന്നാൽ, കോട്ടയത്തോ പത്തനംതിട്ടയിലോ ഇങ്ങോട്ടൊക്കെ വന്നാൽ
അവരെ കാണുന്ന പ്രമുഖരായ ആൾക്കാരെ കാണുന്നു. പൗരപ്രമുഖരായ മതത്തിന്റെ രാഷ്ട്രത്തിന്റെ ആ പാർട്ടികളിൽ പൗരപ്രമുഖരായ ആൾക്കാരാ. പ്രധാനമന്ത്രി വന്നു പറഞ്ഞാലും പൗരപ്രമുഖരായ ആൾക്കാരുടെ ചർച്ച നടത്തും. അവരുടെ ബിസിനസിനെ കുറിച്ച് പറയുന്നു. അവരെ പ്രൈസലോ അവർക്ക് എങ്ങനെ പൈസ ഉണ്ടാക്കാം, ബിസിനസ് നടത്താം, അതേക്കുറിച്ച് അവർ പറയുന്നു. എന്നാൽ ഇവിടെ ആരും താഴെ കിടക്കുന്ന ആൾക്കാരെ ആരും കാണത്തില്ല. സാധുക്കളായ ആൾക്കാരെ ഇവർ കാണത്തില്ല. ഇവർ പൗരപ്രമുഖരെ കാണുന്നു. പ്രൈസലോ ഹല്ലേലൂയ. എന്താ പ്രൈസലോ? പ്രധാനമന്ത്രിയാണ്, മുഖ്യമന്ത്രിയാണ്. അവർ പൗരപ്രമുഖരെ കാണത്തുള്ളൂ. പ്രൈസലോ താഴെ കിടക്കുന്ന പാവം പിടിച്ച നമ്മൾക്കുള്ള ആൾക്കാരെ ഇവരാരും കേൾക്കത്തില്ല, ശ്രദ്ധിക്കുന്നു. പ്രൈസലോ ഇന്നിവിടെ പറയാ, യോഹന്നാവിടെ പറയാണ്, സിംഹാസനത്തിൽ ഇരിക്കുന്ന കർത്താവ്. ഈ സിംഹാസനത്തിൽ ഇരിക്കുന്ന കർത്താവ് പൗരപ്രമുഖരെ കാണാനല്ല വന്നത്. ആ സ്വർഗം വെടിഞ്ഞ താണ ഭൂമിയിലേക്ക് വന്നത് അത് നമ്മളെ ചേർക്കാനാ കർത്താവ്. ആര് ഹൃദയം പങ്കുവെക്കും, ആര് കർത്താവിനെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കും, ആര് ദൈവസന്നെ സമർപ്പിക്കും, ഓ ചീസ്, അവരെ കാണാനാ കർത്താവ്. നോക്കണമേ, പ്രധാനമന്ത്രി മുഖ്യമന്ത്രിയൊക്കെ പൗരപ്രമുഖരെ കണ്ട് നേതാക്കന്മാരെ കണ്ട് നോക്കുമ്പോൾ നമുക്ക് എങ്ങനെ വിലയിരുത്താൻ കഴിയും? നമ്മുടെ സൃഷ്ടാവാകുന്ന കർത്താവ് ആ ദൈവത്തെ മുറുകെ പിടിക്കാതെ താണ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് മനുഷ്യവേഷം എടുത്തത് നമ്മുടെ കൊച്ചുകുട്ടിലേക്ക് വന്ന് നമ്മളെ കാണാൻ. യേശുവിന്റെ നാമത്തിൽ നമ്മളിൽ ഒരുവന് ഏത് അധികാരമുള്ളവൻ അസിംഹാസനത്തിലിരിക്കുന്നു. അധികാരങ്ങൾ പുറപ്പെടുവിക്കാന് സത്യസന്ധമായിട്ട് അധികാരങ്ങൾ. ഇവിടെ കളവില്ല, അവിട്ടുമില്ല, അവിടെ ജാതി മത നോട്ടമില്ല. അവിടെ എല്ലാവർക്കും ഒരുപോലെ നീതി നടത്തി കൊടുക്കാൻ വേണ്ടിയാണ് ആ സിംഹാസനത്തിൽ ഇരിക്കുന്ന രാജാവ് വരുന്നത്. ഹല്ലേലൂയ. ഇവിടെ രണ്ടാം ഭാഗം നമ്മൾ നോക്കാമെങ്കിൽ സിംഹാസനത്തിൽ ഇരിക്കുന്നത് കണ്ടു. എന്നിട്ട് അടുത്ത ഭാഗം പറയാണ്, അവൻ അവരോടുകൂടെ വസിക്കുമെന്ന്. അവരോടുകൂടെ വസിക്കും. എന്നാ രാജാവ്. ലോകത്തിലെ നേതാക്കന്മാർക്ക്, പ്രധാനമന്ത്രിക്ക് അല്ലെ മുഖ്യമന്ത്രിക്ക് എങ്ങനെ ഒരു സാധാരണക്കാരന്റെ ഇടയിൽ പോയി നിൽക്കാൻ കഴിയും, വസിക്കാൻ കഴിയും? അല്ലേ? എന്നിവിടെ പറയാം, നമ്മുടെ രാജാവും കർത്താവുമായ കർത്താവ് നമ്മുടെ കൂടെ വസിക്കുന്നു. മനുഷ്യന്റെ കൂടെ, ദൈവത്തിന്റെ കൂടാരം നമ്മുടെ കൂടെ. ഹല്ലേലൂയ. നമ്മൾ വസിക്കും. അവൻ അവരുടെ ജനമാകും എന്നിട്ട് പറയുന്നത്, അവർ അവന്റെ ജനമാകും, നമ്മുടെ കൂടെ വസിക്കുക. എന്നാ രാജാവ്. ഏത് അധികാരമുള്ള കൈയുള്ളോ, ഏത് അധികാരം നടത്താൻ കഴിയുന്നവർ, ഹല്ലേലൂയ, എവിടെ തകർക്കാൻ കഴിയുന്ന അധികാരം, നമുക്ക് സംരക്ഷണം തരുന്ന, നമുക്ക് സുരക്ഷ തരുന്ന, നമ്മളെ വേലി കെട്ടി പരിപാലിക്കുന്ന, രക്തം കൊണ്ട് വിലയ്ക്ക് വാങ്ങിയവരെ ഒരു കാലത്തും തള്ളിക്കളയാതെ നമ്മളെ സംരക്ഷിക്കുന്ന ഒരു കർത്താവ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആ കർത്താവിന്റെ സാന്നിധ്യം, ഇന്ന് രാത്രി ആ കർത്താവിന്റെ സാന്നിധ്യം. ഹല്ലേലൂയ. ഇന്നലെ കർത്താവ് സമയം ഇവിടെ രണ്ടാമത് പറയാണ്, മനുഷ്യന്റെ കൂടെ വസിക്കുക. കൂടെ വസിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ കൊച്ചു കുട്ടിലേക്ക് ഇറങ്ങി വന്ന് എന്റെയും നിന്റെയും നിങ്ങളുടെ ഓരോരുത്തരെ വാക്ക് കേൾക്കുന്ന ഒരു കർത്താവ് മനുഷ്യന്റെ കൂടെ വസിക്കും. നമ്മളെ കെട്ടിപ്പിടിച്ച് മകനെ മകളെ എന്ന് വിളിച്ച് നമ്മുടെ കണ്ണുനീരൊപ്പി നമ്മുടെ കൊച്ചു കൂടാരത്തിലേക്ക് ഇറങ്ങി വന്ന് നമ്മുടെ കൊച്ചു മുറിയിലേക്ക് ഇറങ്ങി വന്ന് കട്ടിലിരുന്ന് അല്ലെ പായയിലിരുന്ന് നമ്മുടെ വിഷയം അറിഞ്ഞ് പരിഹാരം തരുന്ന ഒരു കർത്താവിനെ ഇന്ന് രാത്രി. ഹല്ലേലൂയ. ആ കർത്താവിന്റെ സ്നേഹം ഒന്ന് ഓർത്തു നോക്കിയേ, ആ കർത്താവിന്റെ കരുണ ഒന്ന് ഓർത്തു നോക്കിയേ. ഇന്ന് രാജാവ് നമ്മളെ തൊടാൻ ദൈവം സമ്മതിക്കരുത്. രാജാവ് നമ്മളെ തൊടാൻ സമ്മതിക്കത്തില്ല. എന്താ? നമ്മുടെ കൂടെ വസിക്കുക, നമ്മുടെ കൂടെ വസിക്കുക. നമ്മളിൽ ഒരുവനായി. നമ്മളെ കേട്ട് നമ്മുടെ കണ്ണിന് പഴയ ചരിത്രം പറയുന്ന പോലെ ആ കണ്ണുനീര് ഒപ്പി തുരുത്തിയിൽ വെക്കുന്നത് പോലെ, ഉപ്പിയിൽ ഒഴിക്കുന്നത് പോലെ മകനെ മകളെ എന്ന് വിളിച്ച് നമ്മളെ ആശ്വസിപ്പിക്കുന്ന, താലോലിക്കുന്ന. പാവം പിടിച്ച് മരിച്ചപ്പോൾ അബ്രഹാം പാപ്പത്തിന്റെ മടിത്തട്ടി കിടന്ന്
ആശ്വസിപ്പിക്കുന്നത് ആശ്വസിപ്പിക്കുന്നത് പോലെ ഇന്ന് രാത്രി എന്നേക്ക് ഭാരപ്പെടുന്ന സഹോദരങ്ങളെ ആശ്വസിപ്പിക്കാൻ കഴിയുന്ന നല്ലൊരു അപ്പച്ചന്റെ പാദം. നിന്റെ ഏത് വിഷയമാകട്ടെ അപ്പച്ചൻ പരിഹാരം. നീ കരയുന്ന വിഷയമാകട്ടെ അപ്പച്ചൻ നിന്റെ കണ്ണുനീരും. നീ സങ്കടപ്പെടുന്ന വിഷയമാകട്ടെ അപ്പച്ചൻ ആശ്വാസം. നിന്റെ കുടുംബത്തെ ഓർത്താമോ, നിന്റെ തലമുറയെ ഓർത്താമോ, നിന്റെ കുഞ്ഞുങ്ങളെ ഓർത്താമോ ഇന്ന് രാത്രി ഭാരപ്പെടുന്നു. ഓ ജീസസ്, അതിനെ കർത്താവന്മാരോട് അതിന് കർത്താവന്മാരോട് എത്ര പേർക്ക് സ്വന്തം ചെയ്യാനായി കഴിയും. എന്നിട്ട് പറയാണ്, മൂന്നാമതായിട്ട് പറയുക, അവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്. ദൈവം താൻ അവരുടെ ദൈവമായി അവരുടെ കൂടെ ഇരിക്കും. ദൈവം താൻ അവരുടെ ദൈവമായി. രാജാവ് ഹല്ലേലൂയ. അതൊക്കെ രണ്ടാമത് പറഞ്ഞ് അവരുടെ കൂടെ വസിക്കും. മൂന്നാമത് ദൈവമായി ഹല്ലേലൂയ അവരുടെ കൂടെ വസിക്കും. ദൈവമായി. കർത്താവിന് സ്തോത്രം ചെയ്യാൻ കഴിയുമോ? ഇത് നമ്മുടെ കൂടെ ഇരിക്കുക, നമ്മുടെ കൂടെ. ഹല്ലേലൂയ. നമുക്ക് അധികാരമാണ്, നമ്മളെ കൂടാൻ സമ്മതിക്കുന്നു. ഇസ്രായേലിന്റെ പരിപാലകൻ ഉറങ്ങുന്നില്ല, മയങ്ങുന്നില്ല. നമ്മളൊക്കെ കിടന്ന് ഉറങ്ങുമ്പോഴും നമ്മുടെ രാജാതി കർത്താവുമായ കർത്താവ് അധികാരമുള്ളവനായി നമുക്ക് സംരക്ഷിക്കും. നീ കരയുന്ന മണ്ഡലങ്ങളിൽ നിന്റെ കൊച്ചു കൂടാരത്തിലേക്ക് ഇറങ്ങി വന്ന് നമ്മളെ മാറോടെ ചേർത്തണച്ച് നമ്മളെ താലോലിക്കുന്ന കർത്താവ്, ആശ്വാസം തരുന്ന കർത്താവ്. മൂന്നാമത്, അവനെ പോലെ ആരാധ്യൻ വേറെ ആരുമില്ല, അവനെ പോലെ യോഗ്യൻ ആരുമില്ല. ഇന്ന് രാത്രി നമുക്ക് ആ കർത്താവിനെ സ്തുതിക്കാൻ കഴിയും. ഇന്ന് രാത്രി നമുക്ക് ആ കർത്താവിനെ മഹത്വപ്പെടുത്താൻ കഴിയും. ഹല്ലേലൂയ. നോക്കണമേ, അതുകൊണ്ട് ചെറുതാണ് നമ്മൾ നോക്കണം. ഗുണപത്രം ചെറുതായിരുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. സമയം വളരെ ഓടിപ്പോകുന്നതുകൊണ്ട് ഒന്ന് രണ്ട് വാങ്ങുകൾ ഞാൻ കമ്പിവാചകത്തിൽ പറഞ്ഞു. ഇവിടെ മർക്കോസിന്റെ സുവിശേഷം, നമ്മള് ലൂക്കോസിന്റെ സുവിശേഷം നോക്കാമെങ്കില് കർത്താവ് ഒരു ദിവസം രാത്രി മൊത്തം പ്രാർത്ഥിച്ചാണ് ഇവിടെ ആൾക്കാരെ തെരഞ്ഞെടുക്കുന്നത്. ഒരു രാത്രി മൊത്തം അധ്വാനിക്കില്ല, പ്രാർത്ഥിക്കും. ഒരു രാത്രി മൊത്തം പ്രാർത്ഥിച്ചാണ് 12 പേരെ തെരഞ്ഞെടുക്കുന്നത്. ഒരു രാത്രി മൊത്തം. ഹല്ലേലൂയ. അവരെ എന്തിനാ തെരഞ്ഞെടുത്ത്? പ്രാർത്ഥിക്കാനും വ്യത്യസ്തമാകുന്ന കൃപ അവർക്ക് കൊടുക്കുന്നു. വ്യത്യസ്തമാകുന്ന കൃപ. ലൂക്കോസിന്റെ സുവിശേഷം 6-12 അധ്യായം ഞാൻ ഓടിച്ചിട്ട് നോക്കുകയാണ്. 1-ാം വാക്യം. ഹല്ലേലൂയ. 6-12 വാക്യം. രാത്രി കഴിഞ്ഞ് നേരം എടുത്തു. അപ്പോ ശിഷ്യന്മാർ അടുക്ക വിളിച്ച് അവര് 12 പേരെ തിരഞ്ഞെടുത്തു. ഉണ്ടോ? രാത്രി മൊത്തം പ്രാർത്ഥിച്ചിട്ട് ഹല്ലേലൂയ ശിഷ്യന്മാരെ വിളിച്ച് അവരിൽ നിന്ന് 12 പേരെ തെരഞ്ഞെടുത്തു. അവർക്ക് അപ്പോസ്തലന്മാരെന്ന് പേരിട്ടു. അവർക്ക് വ്യത്യസ്തമാകുന്ന കൃപ കൊടുത്തു. വ്യത്യസ്തമാകുന്ന കൃപ. ഇതിനകത്ത് മുക്കുവന്മാരുണ്ടായിരുന്നു, ഇതിനകത്ത് ചുങ്കക്കാരുണ്ടായിരുന്നു, ഇതിനകത്ത് എരിവുകാരുണ്ടായിരുന്നു. വ്യത്യസ്തമാകുന്ന ആൾക്കാർ അതിനകത്തുണ്ടായിരുന്നു. വ്യത്യസ്തമാകുന്ന ആൾക്കാർ. ഇപ്പോഴത്തെ കാലത്ത് അത് നമ്മുടെ കർത്താവ് അല്ലായിരുന്നെങ്കിൽ, മാനുഷിക തെരഞ്ഞെടുപ്പായിരുന്നെങ്കിൽ ഇങ്ങനെ ആയിരുന്നു തെരഞ്ഞെടുക്കുന്നത്? അല്ല, അത് വേറെ പല പല ഘടകങ്ങൾ നോക്കിയാണ് തെരഞ്ഞെടുക്കുന്നത്. നോക്കിയാ ഇവിടെ എന്റെ കർത്താവ് തെരഞ്ഞെടുത്തത് അതൊന്നും നോക്കിയൊന്നുമല്ല. ഇവിടെ എരിവുകാരുണ്ടായിരുന്നു, മുപ്പന്മാരുണ്ടായിരുന്നു, ചുങ്കം പിരിക്കുന്നവരുണ്ടായിരുന്നു. ചുങ്കം പിരിക്കുന്നവരെ മനുഷ്യൻ പേടിയാണ്. ചുങ്കം പിരിക്കുന്നവനെ അവന്റെ അടുത്തൂടെ വരത്തില്ല. ആ സൈഡിൽ ചുങ്കം പിരിക്കുന്ന ഒരുത്തരെന്ന് പറഞ്ഞാൽ അവൻ വേറെ വഴി വെട്ടി അതില പോയ ഭയമ പിടിച്ചു പറിക്കുന്നവനാ ചുങ്കക്കാരൻ. അവൻ കൊണ്ടുവന്നതിന്റെ ആലമീയ 8% പിടിച്ചു പറിച്ചോണ്ട് പോകും, 2% കൊടുക്കത്തുള്ളൂ. അതാണ് അവന്റെ പ്രത്യേകത. പിടിച്ചു പറിക്കുന്നവനാ. ചുങ്കക്കാരനുണ്ടായിരുന്നു കർത്താവ് തെരഞ്ഞെടുത്തപ്പോ. പിന്നെ അവൻ പിടിച്ചു പറിക്കാൻ പോയില്ല. പിന്നെ ഒന്നിനും പോയില്ല. അവന്റെ കർത്താവിന്റെ സാക്ഷിയായി അവിടെ മാറി. മുക്കുവനുണ്ടായിരുന്നു. ഇതാണ് മുക്കുവന്റെ പ്രത്യേകത. എന്റെ അപ്പനും അമ്മയും ടാപ്പിങ്ങാര്. ഞാൻ അവരെ സഹായിക്കാൻ ടാപ്പിങ്ങിന് ഒരു പരിപാടിയിൽ പോയിട്ടുണ്ട്.
അന്നേരം ടാപ്പിങ്ങാരുടെ ഭവനവും ടാപ്പിങ്ങാരിൽ എന്താ ഈ ഉട്ടുവാലുന്ന വലിയ എസ്റ്റേറ്റിലെ ടാപ്പിങ്ങാര്. അന്നേരം ഉട്ടുവാലും കറയമായിരിക്കും എപ്പോഴും നടക്കും. വീട്ടിൽ വന്ന് തന്നെ എത്ര കുടിച്ചെന്ന് പറഞ്ഞാലും നമ്മുടെ മോന്തയ്ക്കും ഇവിടെ എല്ലാം എല്ലാ മാതാപിതാക്കളൊക്കെ ചന്തയ്ക്ക് പോകുമ്പോഴും ഇവിടൊക്കെ ഇരിക്കുമായിരുന്നു. ആ കാലത്ത് എല്ലാവരും ആര് പറ്റിയിട്ടുള്ളത് എന്താണ്? അവന് ദാവീദിനെ ചോദിക്കുക, അവനൊരു ആടിന്റെ മണമുണ്ട്. എത്ര കുടിച്ചെന്ന് പറഞ്ഞാലും ആ മണം വരും. അതിന്റെ ജോലികളെ നോക്കാമെങ്കിൽ പന്നി എത്തിയിരുന്ന പന്നിയുടെ വളവേലയുടെ ചേർന്റെ മുക്കുവനെന്താ? അവന് മത്സ്യത്തിന്റെ മീനിന്റെ ആ വാറയാണ്. ഓ എന്തായാലും എന്റെ കർത്താവ് നോക്കി ചുങ്കക്കാരനെയും മുക്കുവനെയും എരിവുകാരനെയും എല്ലാം നാനാ കുലത്തിൽപ്പെട്ട എല്ലാവരും ഒരുപോലെ കണ്ട എന്റെ കർത്താവ് തെരഞ്ഞെടുത്തു. രാത്രി നോക്കിയ കർത്താവിന്റെ സ്നേഹം നോക്കിയേ. നമ്മളെ തെരഞ്ഞെടുക്കാൻ എന്തുണ്ടോ യോഗ്യത? നമ്മളെ തെരഞ്ഞെടുക്കാൻ എന്തുണ്ടായിരുന്നു യോഗ്യത? ഒരു യോഗ്യതയില്ലാതിരുന്ന നമ്മളെ അപ്പുറത്തെ തെരഞ്ഞെടുത്ത കൃപ. ഞങ്ങളൊക്കെ ഒരു മലയുടെ മണ്ടയ്ക്കാണ് താമസം. ആരും വരാത്ത, വണ്ടി പോലും കയറാത്ത ഒരു മലയുടെ മണ്ടയ്ക്ക്. ആ എൻക്രോച്ച് പോലെ കിടക്കുന്ന മലയുടെ മണ്ടയ്ക്ക് ഞങ്ങൾ താമസിക്കുന്നു. വണ്ടി വെള്ളമില്ലായിരുന്നു, കറണ്ടില്ലാത്ത, റോഡില്ലാത്ത ഒരു മലയുടെ മണ്ട. ആ മലയുടെ മണ്ടയാന്ന് പറഞ്ഞാലും ടാപ്പിംഗ് ഇല്ലാത്ത സമയത്ത് ഈ ഉദ്ദേശമായിരുന്നു. അല്ല ലൂയ്യ. എന്റെ ചിറ്റാറ് ചന്തയിൽ അല്ലെങ്കിൽ ഒരു അപ്പച്ചനുണ്ടായിരുന്നു, കുഞ്ചുദേശി എന്ന് പറയുന്ന അപ്പച്ചൻ. അപ്പച്ചൻ 2-3 ദിവസം തലമുടി വെട്ടു. 3 ദിവസം അപ്പച്ചൻ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങുമായിരുന്നു. എന്നിട്ട് അപ്പച്ചനെ കണ്ട പാവം പിടിച്ച അപ്പച്ചൻ. ഇപ്പോഴത്തെ കാലത്തെ ആർക്കും ഇഷ്ടപ്പെടാത്ത അപ്പച്ചൻ. ഇപ്പോഴത്തെ കാലത്തെ ഉദ്ദേശിമാർക്കും ഇഷ്ടപ്പെടാത്ത ഒരപ്പച്ചൻ. അല്ലെങ്കിൽ ഉദ്ദേശിമാര് പഴയ ജൂബ ഉജാലയ അങ്ങനെ ഇട്ട ഒരപ്പച്ചൻ. ഞാൻ പറഞ്ഞ ഈ ടാപ്പിംഗ് കഴിഞ്ഞ് സുവിശേഷ വേലയ്ക്ക് ട്രാക്ടർ കൊടുക്കാൻ ഇറങ്ങുന്ന ഉദ്ദേശിമാർ, സുവിശേഷ പ്രവർത്തകർ. അന്നേരം ഈ മലയില് അവർ ഇടവഴിയൂടെ കയറി ഞങ്ങളുടെ വീട്ടിൽ വരും. ഞങ്ങളുടെ വീട്ടിൽ വരും. ഞങ്ങളുടെ അച്ഛൻ അവരെ കാണുമ്പോൾ ഇറങ്ങി ഓടും. അമ്മയ്ക്ക് പോകാനൊക്കെ തരുമല്ലോ. അച്ഛൻ അവരെ ഇറങ്ങി കാണുമ്പോ പശുവിനെ കെട്ടാൻ പോകും, അല്ല വേറെ എവിടെയും പോകും. അവര് അച്ഛൻ വരുന്ന അമ്മയെ വീട്ടിൽ കുത്തിയിരിക്കും. അച്ഛൻ അവരോർക്കും പോയെന്ന്, അച്ഛൻ ഓർക്കും അവർ പോയെന്ന് ഓർക്ക് ഇറങ്ങി വരുമ്പോ ഒരു വീട്ടിലിരിക്കും. പല പ്രാവശ്യം വരും. പിന്നെ ഒരു അവധി കിട്ടുമ്പോ പിന്നെയും കയറി വരും. മല കയറി വരും. പൈസലോ പല പ്രാവശ്യം എന്റെ അച്ഛൻ പറഞ്ഞു, പൈസലോ ഇനി മേലാൽ ഈ വീട്ടിൽ കയറിയേക്കും, സുവിശേഷം പറയാതെ മേലാൽ ഈ വീട്ടിൽ കയറിയേക്കും. എന്റെ അച്ഛൻ വരെ ഇറക്കി വിട്ടിട്ടുണ്ട്. എന്നാൽ ഇന്ന് രാത്രി ഓർക്കണമേ, അങ്ങനെ ഇറക്കി വിട്ടാലും പിന്നെയും അവധി കിട്ടുമ്പോ ഈ പാവം പിടിച്ച ഉദ്ദേശിമാരി അവർക്ക് ചിലപ്പോ അച്ഛൻ കാണാതെ ചിലപ്പോ ഒരു കടുങ്കാപ്പി ഇട്ട് കൊടുക്കും. ഇത്രയും വെയിൽ കൊണ്ട് മല കയറി പൈസലോ ടൗണിൽ നിന്ന് 5-6 കിലോമീറ്റർ നടന്ന് മല കയറി വന്നാലും അലലിയ 5 പൈസ അവർ ഓർത്തല്ല വരുന്നത്. വണ്ടിക്കൂലി കിട്ടുമെന്ന് ഓർത്തല്ല അവർ വരുന്നത്. പൈസലോ കർത്താവ് അവർക്ക് കൊടുത്തൊരു നിയോഗമായിരുന്നു. ഇന്ന വീട്ടിലെ അച്ഛൻ എത്രയൊക്കെ പോകാൻ പറഞ്ഞാലും, എത്രയൊക്കെ ഇറങ്ങിപ്പോകുമെന്ന് പറഞ്ഞാലും ആ അച്ഛനെ കർത്താവ് തൊടുമെന്ന് ഉടയതമ്പരാൻ അവർക്കൊരു നിയോഗം കൊടുക്കുന്നുണ്ടായി. അതുകൊണ്ടാണ് എന്റെ അച്ഛൻ ഇറങ്ങിപ്പോകാൻ പറഞ്ഞിട്ടും പിന്നെയും ഒരു സമയം കിട്ടുമ്പോ, സന്ദർഭം കിട്ടുമ്പോ, അവധി കിട്ടുമ്പോ ആ 5 കിലോമീറ്റർ കയറി മല കയറി പട്ടി വരാത്ത പൈസല ആ വീട്ടിൽ അവർ വരികയും നോക്കണം. അതിന്റെ ഫലമാണ് ഞങ്ങളെല്ലാം പിന്നത്തെ കാലത്ത് രക്ഷിക്കപ്പെടാനിടയായി. എന്റെ ഒരു കൊച്ചമ്മ ഉണ്ടായിരുന്നു, ഓമരാമ എന്നാ പേര്. എന്റെ അച്ഛൻ ഇറക്കി വിട്ടിട്ടുണ്ട്, സുവിശേഷം പറയുമ്പോ ഇറക്കി വിട്ടിട്ടുണ്ട്. രാത്രി വരും. ഞങ്ങൾ അടുത്തായിരുന്നു വീട്, മരണമുണ്ടെങ്കിൽ ഒരു 6-7 മണിയാകുമ്പോൾ വരും. വീട്ടിലെ പണിയെല്ലാം ഒതുക്കി കന്നേനെയൊക്കെ പോച്ചിട്ടുണ്ട്. അമ്മമ്മയ്ക്ക് അറിയാം 7 മണിയൊക്കെ എന്നാൽ ചേട്ടനെ കിട്ടും. പൈസലോ ആ സമയത്ത് വരും. എന്റെ അച്ഛൻ ഞാൻ കേട്ടിട്ടുണ്ട്, എന്റെ കൊച്ചമ്മ പ്രാർത്ഥിക്കുമ്പോ പൈസ അന്യഭാഷ പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോ അന്യഭാഷ കളിയാക്കുന്നത് ഞാൻ കേട്ടു. എന്നാൽ പിന്നെയും വരും. എന്നിട്ടൊക്കെ എന്ന് ഓർക്കണമേ, ആ അച്ഛന്റെ മക്കള് ഞങ്ങളെ 2 പേര് സുവിശേഷകരാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു നിയോഗമുണ്ടെങ്കിൽ, ഒരു വിളി ഉണ്ടെങ്കിൽ, എത്രയൊക്കെ തള്ളിയത്, എത്രയൊക്കെ ഉപേക്ഷിച്ചെന്ന് പറഞ്ഞാലും പൈസലോ ആ കർത്താവ് വിളിച്ചു വേർതിരിക്കാതെ. ഓ ജീസസ്. ഒരു ദിവസം രാത്രി മൊത്തവും പ്രാർത്ഥിച്ചു. എന്നിട്ടാണ് 12 വരെ തെരഞ്ഞെടുക്കുന്നത്.
അവർക്ക് അപ്പോസ്തലന്മാരെന്ന് പേരിട്ടു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഭൂമിയുടെ അറ്റത്തോളം പോകണം, ഭൂമിയുടെ അറ്റത്തോളം പോകണം. എന്തോ കൊടുത്തു വിട്ടു? അവരുടെ മേൽ അധികാരം കൊടുത്തു വിട്ടു. അധികാരം, രോഗികളെ സൗഖ്യമാക്കാൻ, ഭൂതങ്ങളെ പുറത്താക്കാൻ. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ രക്ഷിക്കപ്പെടുന്നവരെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ നിങ്ങൾ സ്നാനം കൊടുക്കണം. ഓ, ഭൂമിയുടെ അറ്റത്തോളം പോകണം. നോക്കണമേ, ആ അധികാരമാണ് ആ കാട്ടിക്കിടന്ന, ആ മലയിൽ കിടന്ന പൈസലോ ഹല്ലേലൂയ ഞങ്ങളെ അധികാരമുള്ള കൈമാറി പാവം പിടിച്ച് ഉപദേശിമാർക്ക് കൊടുത്തപ്പോൾ ആരും വരാത്ത മലയുടെ മണ്ടയ്ക്ക് അധികാരത്തോടെ പാവം പിടിച്ച് ഉപദേശിമാര് കയറി. രാത്രി നമ്മുടെ ഓരോ കൂടാരത്തിനകത്ത് പല കാലഘട്ടങ്ങളായി പല ദൈവദാസന്മാർ അധികാരമായിട്ട് കയറി വന്നില്ല. അധികാരമായിട്ട് കയറി വന്നില്ലേ? നീ ബന്ധിക്കപ്പെട്ട് കിടന്നപ്പോ, നീ രോഗിയായി കിടന്നപ്പോ, വേദനയോടെ കിടന്നപ്പോ അധികാരം കൈമാറി കർത്താവ് അധികാരം കൊടുത്ത ദൈവദാസൻ നിന്റെ കൊച്ചു കൂടാരത്തിലേക്ക് കയറി വന്നു. അവസ്ഥകൾ മാറിയില്ലേ? എന്റെ വാക്കുകൾ നിർത്തുക. ഹല്ലേലൂയ. കാര്യവിടെ ഞാൻ പറഞ്ഞു. ഹല്ലേലൂയ. നോക്കണമേ, ഭൂമിയുടെ അറ്റത്തോളം പോകണം. നിങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കണം, രോഗികളെ സൗഖ്യമാക്കണം. 12 പേരെ തെരഞ്ഞു. രാത്രി അധികാരം നമ്മുടെ മേലുണ്ട്. രാത്രി അധികാരം നമ്മുടെ മേലുണ്ട്. ഒരു ബന്ധനം നിന്നെ തകർക്കാൻ ദൈവം സമ്മതിക്കത്തില്ല. ഒരു പോര് നിന്നെ വളർത്തുകളാൻ ദൈവം സമ്മതിക്കത്തില്ല. നമ്മുടെ അധികാരത്തിന്റെ കീഴിലാണ്. അധികാരത്തിന്റെ കീഴിലാണ്. അപ്പോസ്തലപ്രവൃത്തി നമ്മൾ നോക്കെങ്കില് ഹല്ലേലൂയ അവിടെ ഷണ്ണനെ കുറിച്ച് കാണാൻ കഴിയുന്നു. ഷണ്ണനെ കുറിച്ച് ഈ പഴയ നിയമങ്ങൾ നോക്കാമെങ്കിൽ ഷണ്ണൻ എന്ന് പറയുന്ന വ്യക്തിക്ക് ദേവാലയത്തിൽ കയറാനേ കഴിയത്തില്ല. പ്രവർത്തന പുസ്തകം 8-ാം 27-ാം വാക്യമാണ് ഷണ്ണനെ കുറിച്ച് പറയുന്നത്. ആവർത്തന പുസ്തകം 23-ാം 1-ാം വാക്യം നോക്കാമെങ്കില് ഈ ഷണ്ണന് ദേവാലയത്തിൽ കയറാനേ കഴിയത്തില്ല. എന്നാൽ യെശയ്യാവിന്റെ പുസ്തകം 56-ാം അധ്യായം അതിന്റെ 3 തൊട്ട് 8 വരെ വാക്യങ്ങൾ നോക്കാമെങ്കിൽ ഇന്നത്തെ കാലത്തിൽ ഷണ്ണനെ കർത്താവ് അനുഗ്രഹിക്കുന്നതാണ്. ഷണ്ണന് ദേവാലയത്തിൽ കയറാൻ കഴിയത്തില്ലായിരുന്നു പഴയ നിയമകാലത്ത്. ഒരു ദൂരെ നിൽക്കാനൊക്കെ പറഞ്ഞു. വളരെ ആഗ്രഹമുള്ളവനായിരുന്നു ദൈവത്തെ ആരാധിക്കണം, ജീവിക്കുന്ന ദൈവത്തെ അറിയണമെന്നും ആരാധിക്കണം. വളരെ ആഗ്രഹമുള്ളവൻ, വളരെ പ്രതീക്ഷയുള്ളവനായിരുന്നു. അവന് ചില നിയമങ്ങൾ തടസ്സമായിട്ട് അവൻ നിൽക്കുകയായിരുന്നു. ദൈവത്തെ ആരാധിക്കാനും ദേവാലയത്തിൽ കടന്നു വരാനും ഒരു ചില തടസ്സമായി നിൽക്കുകയായിരുന്നു. എന്നാൽ എന്റെ അപ്പത്തിന്റെ ക്രൂശുമരണമുണ്ടല്ലോ, എന്റെ അപ്പത്തിന്റെ കാൽവറി മരണമുണ്ടല്ലോ, ആ തടസ്സങ്ങളെ വെട്ടിമാറ്റി ജീസസ് എന്നേക്കുമായി വെട്ടിമാറ്റി. ഓക്കെ, ഇന്ന് രാത്രി ചില തടസ്സങ്ങൾ മാറുകയാണ്. ഇന്ന് രാത്രി ചില വെല്ലുവിളികൾ മാറുകയാണ്. നിനക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ മരിച്ച ഒരു അപ്പച്ചൻ. കർശനമായ നിയമമായിരുന്നു. ഷാൺമന്മാർക്ക് ദേവാലയത്തിൽ കയറാൻ ഒക്കത്തില്ല, ആരാധിക്കാൻ ഒക്കത്തില്ല, കടന്നു വരാൻ ഒക്കത്തില്ല. ആര് പോണം? എന്നാൽ ഇന്ന് രാത്രി മറന്നു പോകരുത്. പ്രവാചകർക്ക് കാണുന്നു, അവൻ അനുഗ്രഹിക്കപ്പെട്ടവനായി. രാത്രി നിയമങ്ങളുമായിട്ട് കണ്ണുകളെ ദൈവസംഘം കടക്കും. തടസ്സങ്ങൾ മാറട്ടെ. ഏത് വെല്ലുവിളികളാകും, ഏത് പോരുകളാകും, രാത്രി നിനക്ക് ഉറച്ചു നിൽക്കാമെങ്കിൽ എന്റെ കർത്താവ് അതിനെ അയച്ചു കളയുന്നത്, എന്റെ കർത്താവ് അതിനൊക്കെ ഉടച്ചു കളയുന്നവനാ. രാത്രി നിനക്ക് ആത്മാവിനൊന്ന് പോരാടി പ്രാർത്ഥിക്കാൻ കഴിയുമോ? ഹല്ലേലൂയ. അദൃശ്യമായി ഇന്ന് വെല്ലുവിളിക്കുന്ന ചില മണ്ഡലങ്ങളുണ്ട്, അദൃശ്യമായി പോരാടുന്ന ചില ശക്തികളുണ്ട്, നിന്നെ മുന്നോട്ട് വിടുന്ന വാദിക്കുന്ന ചില വെല്ലുവിളികളുണ്ട്. ഇന്ന് രാത്രിയിൽ നിന്റെ അകത്തളങ്ങളിൽ ആത്മമണ്ഡലം ഇന്ന് രാത്രിയിൽ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ രാത്രി വെല്ലുവിളി തകർത്ത് കളഞ്ഞ് നിന്നെ പുറത്തു കൊണ്ടുവരുന്ന ഒരു കർത്താവ് രാത്രി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ സ്തോത്രം ചെയ്തു. ഞങ്ങളെ തെരഞ്ഞെടുത്തതാണ് കർത്താവ്. സാധുക്കളാണ് ഞങ്ങളെ തെരഞ്ഞെടുത്താണ്. ഞങ്ങൾ പാപികളും ദോഷികളായിരുന്നപ്പോ ഞങ്ങളുടെ കൊച്ചു കൂടാരത്തിലേക്ക് വന്ന് കർത്താവ് ഞങ്ങളെ തെരഞ്ഞെടുക്കുക.
അതോർത്ത് നന്ദി പറയും. അപ്പൊ ഇന്ന് രാത്രി അടിയൊരു കർത്താവെ ഈ പ്ലാറ്റ്ഫോമിൽ കർത്താവിനെ ശുശ്രൂഷിക്കുവാൻ കർത്താവ് ദിവസം തന്നെ എല്ലാ പ്രിയപ്പെട്ട കർത്താവ് അനുഗ്രഹിക്കുന്നു. ഇതിന്റെ പുറകിൽ പ്രവർത്തിക്കുന്ന ഓരോരുത്തരെയും കർത്താവ് അനുഗ്രഹിക്കും. കർത്താവ് ഈ കൂട്ടായ്മ ദൈവം അനുഗ്രഹിക്കും. അവർ നിലവിളിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന സകല വിഷയങ്ങളുമേൽ ദൈവത്തിന്റെ മറുപടി അയക്കണം. കോവിടെ മഹത്വം കാണാൻ കർത്താവ് സഹായിക്കും. കോവിടെ കൃപ കാണാൻ കർത്താവ് സഹായിക്കും. വിടുതൽ കാണാൻ കർത്താവ് സഹായിക്കും. പ്രാർത്ഥന കേട്ട നന്ദി പറയുന്നു യേശു അപ്പന്റെ നാമത്തിൽ തന്നെ. ഇന്ന് രാത്രിയിൽ എനിക്ക് ഇങ്ങനെ ഒരു അവസരം ദാനമായി തന്ന പ്രിയപ്പെട്ടവരുടെ പ്രത്യേക നന്ദി അറിയിക്കുന്നു. ഞാൻ നിങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നത് നമുക്ക് ഓർത്ത് കർത്താവ് അനുഗ്രഹിക്കും. സ്തോത്രം സ്തോത്രം. ഇത്രത്തോളം സമയം അനുഗ്രഹിക്കപ്പെട്ട ദൈവവചനം സംസാരിച്ച ദൈവദാസനെ ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. ഇനിയും തുടർന്നും സമയം കിട്ടുമ്പോഴൊക്കെ ഞങ്ങളുടെ ഗ്രൂപ്പിൽ കയറണമേ എന്ന് ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. ജബിൻ ബ്രദറെ, പ്രാർത്ഥിച്ച് ക്ലോസ് ചെയ്തേക്കാമോ? ഞാൻ പ്രാർത്ഥിക്കാം. ദൈവാസന ആശീർവാദം പറയട്ടെ. ഓക്കെ ദൈവാസ. ഓക്കെ, താങ്ക് യു പാസ്റ്ററെ. ഓക്കെ, പ്രാർത്ഥിക്കാം. ഓക്കെ. സർവശക്തി നീതിമാനുമായ ദൈവമേ, സ്വർഗ്ഗപിതാവേ, ഇന്ന് ഈ മീറ്റിംഗിലൂടെ ഞങ്ങൾക്ക് ആയിരിക്കാനും കർത്താവെ ദൈവത്തിന്റെ വചനം സവിസ്തരമായി കേൾക്കുവാൻ ദൈവത്തിന്റെ കർത്താവിൽ പിന്നെയും ഗർഭം ധരിച്ച് യഹൂദ ഗോത്രത്തിന്റെ ദാവീദിന്റെ സിംഹാസനമായ ക്രിസ്തുവിന്റെ ജനനമായ യഹൂദ ഗോത്രത്തിന്റെ ഉത്ഭവത്തെ പറ്റി തുടങ്ങി ദൈവം ഞങ്ങളോട് ദൈവമായി ഞങ്ങളുടെ കൂടെ മനുഷ്യരുടെ കൂടെ വസിക്കുവാൻ ദൈവം ഞങ്ങളുടെ ആവശ്യങ്ങൾ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ദൈവത്തിന്റെ ദേവാലയമായി ഞങ്ങളുടെ ഹൃദയങ്ങളിൽ വസിച്ച് ഞങ്ങളുടെ ആവശ്യങ്ങളിൽ ദൈവത്തിന്റെ കൃപയും ദൈവത്തിന്റെ സാന്നിധ്യവും തകർന്നു നുറുങ്ങിയിരുന്ന ഹൃദയത്തിന്മേൽ ദൈവത്തിന്റെ ആത്മാവ് സംസാരിച്ചതിനാല സ്തോത്രം. പരിശുദ്ധാത്മാവ് വചനത്തിൽ കൂടെ ഞങ്ങളോട് സംസാരിച്ചു കർത്താവെ. ഞങ്ങൾ ഏറ്റെടുക്കുന്ന കർത്താവെ. ആ വചനം ഞങ്ങളുടെ ജീവിതത്തിൽ ക്രിയ ചെയ്യുന്നതിനാല സ്തോത്രം കർത്താവെ. കേൾക്കപ്പെട്ട എല്ലാവരുടെയും ജീവിതത്തിൽ അനുഗ്രഹം തീർക്കാം. അവർക്ക് നിത്യതയ്ക്ക് ഒരു പടിയുടെ മുന്നേറുവാൻ വചനം മുഖാന്തരം ദൈവം ഇടയാക്കിയതിനാല സ്തോത്രം ചെയ്യുന്ന കർത്താവെ. ആരെങ്കിലും കർത്താവ് വചനം അനുസരിക്കാതെ വചനം കേട്ട് ഹൃദയത്തിൽ രൂപാന്തരപ്പെടാതെ ആയിട്ടുണ്ടെങ്കിൽ കർത്താവെ, കൃത്യമായി പരിശുദ്ധാത്മ വീണ്ടും അവരോട് സംസാരിക്കണമെന്ന് അപേക്ഷിക്കും കർത്താവെ. വചനം കേട്ട് അവരുടെ ജീവിതത്തിൽ കർത്താവ് നല്ല നിലത്ത് വീണ പോലെ ഫലം കായ്ച്ച് അവർ നിത്യതയ്ക്ക് എത്തുവാൻ കർത്താവ് ഇടയാക്കണമെന്ന് അപേക്ഷിക്കുന്നു. വചനം ശുശ്രൂഷിച്ച ദൈവാസനെ ധാരാളമായി അനുഗ്രഹിക്കണമേ ദൈവമേ. തന്റെ വേലയെ, തന്റെ സഭയെ ആക്കിയിരിക്കുന്ന മണ്ഡലങ്ങളിൽ പരിശുദ്ധാത്മാവ് പുതിയ അഭിഷേകത്താൽ നിറക്കണമെന്ന് അപേക്ഷിക്കും താവേ. ദാനമായി കൊടുത്ത പൈതങ്ങളെ, സിസ്റ്ററെ, കുടുംബത്തെ, സഭയെ, ദൈവകരങ്ങളെ, കുടുംബ മാതാവിനെ എല്ലാവരും ദൈവകരങ്ങളിലേക്ക് പരിശുദ്ധാത്മാവെ ഞങ്ങളോട് ആയിരുന്ന ദൈവാസന്റെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമായി തീരുവാൻ, ദൈവപ്രവൃത്തി അവരുടെ ജീവിതത്തിൽ കുടുംബമായി വെളിപ്പെടുവാൻ, അവരുടെ സഭകളെ വിളിപ്പാൻ, ദേശത്ത് വിളിപ്പാൻ പിന്നെയും സർവശക്തൻ ദൈവാസനെ എടുത്ത് ഉപയോഗിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. അനേക ജീവിതങ്ങൾക്ക് വിടുതലായി തീരുവാൻ, ദേശത്തിന് വിടുതലായി തീരുവാൻ കർത്താവെ, രാജ്യങ്ങൾക്ക് വിടുതലായി തീരുവാൻ കർത്താവെ ദൈവമേ, കർത്താവെ ശൗലിനെ സാമാന്യയുടെ തിരഞ്ഞെടുത്ത പോലെ ദൈവത്തിനെ തന്റെ പിച്ചളസർപ്പത്തെ മരുഭൂമിയിൽ ഉയർത്തിയ പോലെ കർത്താവ് അഗ്നിസർപ്പത്തിന്റെ കടിയേറ്റവർക്ക് ഉയർത്തിയ പോലെ ദൈവാസനെ വീണ്ടും എടുത്ത് ഉപയോഗിക്കണമെന്ന് അപേക്ഷിക്കുന്നു. കേൾക്കുന്ന കർത്താവെ, ഈ ഡിവിഷന് കർത്താവെ നേതൃത്വം നൽകുന്ന ദൈവാസിയും അതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന സഹോദരങ്ങളെയും എല്ലാം കർത്താവെ നിന്റെ കരങ്ങളിലേക്ക് കൂടി വരുന്ന എല്ലാവരെയും, പാടുന്നവരെയും പ്രാർത്ഥിക്കുന്നവരെയും കർത്താവ് സംഘടന വായിക്കുന്നവരെയും വചനം ധ്യാനിക്കുന്നവരെയും എല്ലാവരും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കും കർത്താവ്. ഈ രാത്രി സമയം ഞങ്ങളെ ദൈവകരങ്ങളിലേക്ക് ഒരു പ്രാവശ്യം താഴ്ത്തുന്നു. ദൈവസ്ഥാനിലായിരുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ, ഞങ്ങളുടെ കുടുംബങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമാക്കി തീർക്കണം കർത്താവ്. പ്രാർത്ഥന സുതരം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനാകുന്ന യേശുക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ കാവലും ഇന്ന് രാത്രി പ്രാർത്ഥിച്ച കൂടപ്പെട്ട എല്ലാ പ്രിയപ്പെട്ടവരിൽ ഇന്ന് മുതൽ നീക്കം വരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. അറുക്കപ്പെട്ട ദൈവജ്ഞാന മഹത്വം. ലേലുയാ, ലേലുയാ, ലേലുയാ. ആമീൻ കർത്താവേ. വേഗം വരാം. താങ്ക് യു. താങ്ക് യു പാസ്റ്ററെ. താങ്ക് യു. ഗോഡ് ബ്ലസ് യു ഓൾ. ഗുഡ് നൈറ്റ് ഓൾ. നാളെ കാണുന്നത് വരെ കർത്താവ് തന്റെ ചിറകടി സൂക്ഷിക്കട്ടെ, പരിപാലിക്കട്ടെ. എല്ലാവർക്കും ശുഭരാത്രി.